ഞാൻ ക്ലാസ് യൂട്യൂബിൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. ഹലോ 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 ഹലോ. ലിങ്ക് ഇപ്പൊ ഗ്രൂപ്പിലൂടെ. യെസ്, ഗുഡ് മോർണിംഗ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സില് സ്ട്രെയിറ്റ് ലൈൻസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുന്നേ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസിന്റെ പല ഫോമുകൾ പറഞ്ഞായിരുന്നു, എങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഇതാണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ലീനിയർ ഇക്വേഷൻ ആണ്. എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ഫോമിലാണെങ്കിൽ ഇതിന്റെ എക്സ് ഇന്റർസെപ്റ്റ് എന്താ, വൈ ഇന്റർസെപ്റ്റ് എന്താ, അതുപോലെ ഇതിന്റെ സ്ലോപ്പ് എന്താ, ഇതായിരുന്നു ചോദ്യം. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? യെസ് ഓർ നോ? പറയടോ, ഇതല്ലേ ഒരു ചോദ്യം. ഓക്കെ, യെസ്. അപ്പോ നമുക്ക് നോക്കാം. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് വൈ ഇന്റർസെപ്റ്റ് കിട്ടാൻ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു. എന്താണ്? ഈ ലൈൻ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കട്ട് ചെയ്യുന്നു. ഈ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് എക്സ് ഇന്റർസെപ്റ്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ് വൈ ഇന്റർസെപ്റ്റ്. എയുടെ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കിട്ടാം? നമുക്ക് എയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടാൻ y0 കൊടുത്താൽ മതി. y0 കൊടുക്കുന്ന പോയിന്റ് ആണ് എ, y കോർഡിനേറ്റ് 0 വരുന്ന പോയിന്റ് ആണ് എ. y0 കൊടുക്കുക. അപ്പൊ x is equal to minus e by a. minus e by a, 0 ആണ് ഈ പോയിന്റ്. കുഴപ്പമില്ലല്ലോ? യെസ്. അതേപോലെ b കിട്ടാൻ വേണ്ടിട്ട് എന്താ ചെയ്യാ? x0 കൊടുക്കുക. x0 കൊടുക്കുമ്പോ എന്താ കിട്ടാൻ? 0, minus e by b. അപ്പൊ x ഇന്റർസെപ്റ്റ് എന്താന്ന് കിട്ടി? x ഇന്റർസെപ്റ്റ് എന്താണ്? x ഇന്റർസെപ്റ്റ് മൈനസ് ഇ ബൈ ആണ്. y ഇന്റർസെപ്റ്റ് എന്താണ്? മൈനസ് ഇ ബൈ ബി ആണ്. കുഴപ്പമുണ്ടോ? ഇല്ല. ഇതെല്ലാം കിട്ടിയില്ലേ? ശ്രദ്ധിക്കണേ, നെഗറ്റീവ് സൈൻ കണ്ടിട്ട് അത് നെഗറ്റീവ് നമ്പർ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങള് അഗൈൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പല ആളുകൾക്കും ഉണ്ട്. എന്താണ് നെഗറ്റീവ് സി ബൈ എ? അപ്പോ മനസ്സിലായി, അതൊരു നെഗറ്റീവ് നമ്പർ ആണ്. അങ്ങനെ പറഞ്ഞിട്ടില്ലേ നമ്മള്? യെസ്, അതിലേക്ക് വരാം. അർജുൻ, ഇതിലെന്താ സംശയം പറയും? പവിത്ര, അതിലേക്ക് വരാം. ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോ. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ അല്ലേ പവിത്ര? യെസ്, ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ അല്ലേ പവിത്ര? അതന്നെയല്ലേ ചെയ്യണേ. അർജുൻ, ഇതിലെന്താ മനസ്സിലാവാത്തത്? നമ്മൾ പറഞ്ഞ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കണം. എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ്, എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് നമ്മുടെ എക്സ് ഇന്റർസെപ്റ്റ്. ബി എന്ന് പറഞ്ഞതിന്റെ വൈ കോർഡിനേറ്റ് ആണ് നമ്മുടെ വൈ ഇന്റർസെപ്റ്റ്. അപ്പൊ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് 0 ആവുന്ന പോയിന്റ്. കാരണം എക്സ് ആക്സിസിലെ പോയിന്റ് ആണ്. എക്സ് ആക്സിസിലെ പോയിന്റ് എന്താണ്? വൈ കോർഡിനേറ്റ് 0 ആണ്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിയേ, ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ്, അതിന്റെ വൈ ഇന്റർസെപ്റ്റ്. ബി എന്ന് പറഞ്ഞ പോയിന്റ് വൈ ആക്സിസിലെ പോയിന്റ് ആണ്. വൈ ആക്സിസിലെ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് കിട്ടിയതാണിത് നമുക്കത്. അർജുൻ ഓക്കെ അല്ലേ? അർജുൻ അഭിലാഷ്, യെസ്. അല്ലെ വേറെ രീതി എന്താണ്? ഇതല്ലാതെ നമുക്ക് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാം. ഇന്റർസെപ്റ്റ് ഫോമിൽ എങ്ങനെ വേണ്ടത്? എക്സ് ഡിവൈഡഡ് ബൈ സംതിങ്, അതായത് എക്സ് ഇന്റർസെപ്റ്റ് ആയിരിക്കും, പ്ലസ് വൈ ഡിവൈഡഡ് ബൈ സംതിങ്, അത് വൈ ഇന്റർസെപ്റ്റ് ആയിരിക്കും, ഈക്വൽ ടു 1. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇന്റർസെപ്റ്റ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇന്റർസെപ്റ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് എന്ത്? ഇന്റർസെപ്റ്റ് ഫോമിലുള്ള രണ്ട് ഇന്റർസെപ്റ്റ്, എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും തന്നാലുള്ള ഇക്വേഷൻ. യെസ്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം.
ax plus by plus c is equal to 0. അപ്പൊ 1 ആക്കിയാണ് വേണ്ടത്. അപ്പൊ എന്താണ് c is equal to minus ax minus by. Throughout c കൊണ്ട് ഡിവൈഡ് ചെയ്യാം. Throughout c കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 is equal to minus a by c times x plus minus b by c times y. Okay. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആകുമ്പോൾ 1 is equal to x divided by minus e by a plus y divided by minus e by b. അപ്പൊ x ഇന്റർസെപ്റ്റ് minus e by a ആണ്, y ഇന്റർസെപ്റ്റ് എന്താണ് minus e by b ആണ്. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ x ഇന്റർസെപ്റ്റ് y ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ അറിയാം. കാണാതെ ഇന്റർസെപ്റ്റ് പഠിക്കണമെന്നൊന്നുമില്ല. പക്ഷെ എങ്ങനെ വരണം എന്നറിയണം. എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയണം. ഓക്കെ അല്ലേ? ഓക്കെ പറയൂ. ഓക്കെ പറഞ്ഞാൽ അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. യെസ്. നെക്സ്റ്റ് സ്ലോപ്പ്. ഇതിന്റെ സ്ലോപ്പ് ax plus by plus c is equal to 0. ax plus by plus c is equal to 0. ഇതിന്റെ സ്ലോപ്പ്. അപ്പൊ സ്ലോപ്പ് വരുന്ന ഇക്വേഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ പറയാം y is equal to mx plus c. y is equal to mx plus c. ഈ c സെയിം അല്ല കേട്ടോ. ആ c കൊണ്ട് വിചാരിപ്പ് എഴുതാറുണ്ട്. y is equal to mx plus c ഫോമിൽ എഴുതിയാലാണ് എന്താണ് y equal to mx plus c ഫോമിൽ എഴുതിയാൽ x ന്റെ കോഎഫിഷ്യന്റ് എന്താണോ അതായിരിക്കും അതിന്റെ സ്ലോപ്പ്. അത്രേ ഉള്ളൂ. അപ്പൊ y equal to mx plus c ഫോമിൽ എഴുതണം. by is equal to minus ax minus c. അപ്പൊ y is equal to minus a by bx plus minus c by b. അപ്പൊ ഇതായിരിക്കും അതിന്റെ സ്ലോപ്പ്. ഓക്കെ, ഇതായിരിക്കും അതിന്റെ എന്ത് y ഇന്റർസെപ്റ്റ്. y ഇന്റർസെപ്റ്റ് നമ്മൾ മുന്നും കണ്ടുപിടിച്ചാണ്, മൈനസ് e by b തന്നെ വന്നിട്ടുണ്ടായിരുന്നെ. ഓക്കെ, y is equal to mx plus c. അപ്പൊ മൈനസ് a by b ആണ് അതിന്റെ സ്ലോപ്പ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ലൈൻ തന്നാൽ m is equal to minus a by b. y is equal to m is equal to minus a by b. മറക്കരുത്, minus a by b, minus a by b. ax plus by plus c is equal to 0 ഫോമിലാണ് ലൈൻ എങ്കിൽ സ്ലോപ്പ് എന്താ? എല്ലാവരും പറയൂ, വീട്ടിൽ ഇരുന്നിട്ട് ആൾക്കാർ പറയൂ. മൈനസ് a by b ആണ് സ്ലോപ്പ്. മൈനസ് a by b ആണ് സ്ലോപ്പ്. മൈനസ് a by b. ഇതിന്ന് എങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കുക? ഇതിൽ പോയിന്റുകളൊന്നും തന്നിട്ടില്ലല്ലോ. ഓ, നീ പറഞ്ഞത് എ എന്ന് പറഞ്ഞ പോയിന്റും ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉപയോഗിച്ചിട്ട് അല്ലെ ശിവാനി? അതാണോ പറയണേ? അതായത് എക്സ് ഇന്റർസെപ്റ്റ് എക്സ് ആക്സിസിൽ ഇന്റർസെക്ട് പറ്റും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ മൈനസ് a by b ആണ് സ്ലോപ്പ്. ഇത് മറക്കരുത്, തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. കാരണം അതുപോലെ സിമിലർ ആയിട്ടുള്ള സാധനം മുന്നിൽ പഠിച്ചിട്ടുണ്ട്. മൈനസ് a by b പോലെ സിമിലർ ആയിട്ടുള്ള സാധനം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ. എന്താണത്? എന്താണോ മൈനസ് a by b പോലെ എന്തോ സാധനം പഠിച്ചിട്ടില്ലേ? എന്താണത്? മൈനസ് a by b പോലത്തെ എന്തോ സാധനം പഠിച്ചിട്ടില്ലേ? എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ x square plus bx plus c is equal to 0 sum of roots minus b by a പഠിച്ചിട്ടുണ്ട്. അതായത് കൺഫ്യൂഷൻ ആവരുതെന്ന്, കൺഫ്യൂഷൻ ആവരുത്. മൈനസ് a by b ഇപ്പൊ തന്നെ മനസ്സിലാക്കിക്കാം. മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x by കോഎഫിഷ്യന്റ് ഓഫ് y, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x by കോഎഫിഷ്യന്റ് ഓഫ് y, മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x by കോഎഫിഷ്യന്റ് ഓഫ് y. ഈ ഫോമിലാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഈ ഫോമിലാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് x, ഈ ഫോമിലാണ് എഴുതി വെച്ചിരിക്കുന്നതെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് x, അല്ലെങ്കിൽ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x by കോഎഫിഷ്യന്റ് ഓഫ് y. അങ്ങനെ നോക്കി വെക്കാം. മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x by കോഎഫിഷ്യന്റ് ഓഫ് y, minus coefficient of x by coefficient of y, minus a by b is the slope. Cool? Yes. Let's go to next question. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ടായിരുന്നില്ല, എന്താ അത്? അതാ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതെന്താണെന്ന് ചോദിക്കണേ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നില്ലേ സുന്ദസ്? അതേതാ ക്വസ്റ്റ്യൻ? മെറ്റീരിയൽ ക്വസ്റ്റ്യൻ അല്ല, അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഇതാണ്, വേറെ ഒരെണ്ണം കൂടി എന്താണ് എനിക്ക് ഓർക്കുന്നില്ല.
ഓക്കെ 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 യെസ് ജനറലൈസ് ചെയ്യാൻ പറഞ്ഞേ ശ്രദ്ധിച്ചേ ഇത് മറ്റേത് ഓക്കെ അല്ലേ ഇനി അടുത്തേക്കാ പോകുന്നത് അങ്ങനത്തെ ഒരു ലൈൻ തന്നിട്ടുണ്ട് ഈ ലൈനിൽ എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ടുള്ള പെർപെൻഡിക്കുലർ അഥവാ നോർമൽ അതിന്റെ ലെങ്ത് പി ആണ് തന്നിട്ടുണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രി ആണ് ഈ ആംഗിൾ ഒമേഗ ആണ് തന്നിട്ടുണ്ട് ഇത്ര ഇൻഫർമേഷൻ ആണുള്ളതെങ്കിൽ പ്രൂവ് ദാറ്റ് the equation of the line is x cos omega plus y sin omega is equal to p എത്ര പേര് കിട്ടിയില്ല കിട്ടിയവരുടെ കൈ വന്നേ കിട്ടിയവരൊന്ന് കിട്ടി പറഞ്ഞേ ഓക്കെ വിഷ്ണു നോക്കണം എടോ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തതോടോ ഇതിന്റെ എക്സാമ്പിൾ ക്ലാസ്സിൽ ചെയ്തിട്ടല്ലേ ഞാൻ ജനറലൈസ് ചെയ്യാൻ പറഞ്ഞേ ശ്രീധറാണോ സ്വാതിയുടെ അനിയൻ ശ്രീധർ അല്ല സാർ ഞാൻ സായിദാണ് സായിദ് എന്താ പറഞ്ഞേ സോറി സാർ എന്നെ വിളിച്ച പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചത് അല്ല ഓക്കെ ശ്രീധർ ഏത് സ്കൂളിൽ പഠിക്കുന്ന ഭവൻസിൽ തന്നെയാണോ ഓക്കെ എന്തായി ഇപ്പോ കോച്ചിങ് ഇപ്പൊ മുടങ്ങിയ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ട് പോകുന്നുണ്ടായെന്ന് പറഞ്ഞില്ലേ മലേഷ്യയോ അല്ലെ വീട്ടിൽ തന്നെയാണ് അല്ലേ ഓക്കെ എനിവേ ശരിയാവുന്ന പ്രതീക്ഷിക്കാം നമുക്ക് ബൈ ദ വേ ശ്രീധരന്റെ സിസ്റ്റർ നമ്മളെ സ്റ്റുഡന്റ് ആയിരുന്നു കൊച്ചിയിലെ സ്റ്റുഡന്റ് ആയിരുന്നു ഇപ്പൊ ഷീ സ്റ്റഡിങ് ഇൻ IIT ബോംബെ നടത്തിയ എൻട്രൻസ് എക്സാമിൽ എനിക്ക് തോന്നുന്ന ഒരു ഓൾ ഇന്ത്യ 10ാം റാങ്കോ വളരെ ടോപ്പ് റാങ്ക് ഉണ്ടായിരുന്നു അവർക്ക് ഇപ്പൊ IIT ബോംബെയിൽ പഠിക്കണം ശ്രീധരന്റെ എൽഡർ സിസ്റ്റർ ചിലർക്കൊക്കെ അറിയണ്ടാവും നമ്മുടെ സ്കൂളിലെ സീനിയർ ആയി ഭവൻസ് പൂച്ചട്ടിയിലുള്ളവർക്ക് അറിയണ്ടാവായിരിക്കും സ്വാതി ശ്രീകുമാർ യെസ് നമുക്ക് നോക്കാം എങ്ങനെ ഒരു ലൈൻ തന്നിട്ടുണ്ട് ഈ ലെങ്ത് പി ആണ് ഈ ആംഗിൾ ഒമേഗ ആണെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അത് ഞാൻ ഓൾറെഡി റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് കോസ് ഒമേഗ നമ്മളെ ഇതിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം ഞാൻ ചെയ്തല്ലോ എക്സാമ്പിൾ പ്രോബ്ലത്തിൽ ഈ ഒരു ഒമേഗ പി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്തതാണല്ലോ അതേ ലോജിക് കൂടെ അപ്ലൈ വേണ്ടു ഒരു ബുദ്ധിമുട്ടില്ല ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ആ പെർപെൻഡിക്കുലർ ലൈനിന്റെ സ്ലോപ്പ് നമുക്കറിയാം എങ്ങനെ ഒരു ലൈനിന്റെ സ്ലോപ്പ് ആ ലൈൻ എക്സ് ആക്സിസ് ആയി ഉണ്ടാക്കുന്ന ആംഗിൾ അറിയാമെങ്കിൽ tan ഓഫ് ദാറ്റ് ആംഗിൾ ആണ് സ്ലോപ്പ് സോ tan omega is the slope of this normal okay tan omega is the slope of this normal and remember this line is the perpendicular to the required line above what will be the slope of the required line negative reciprocal okay negative reciprocal so slope of the required line is going to be minus 1 by tan omega ഇതെല്ലാവരും എഴുതിയോ എല്ലാവരും എഴുതിയിട്ടുണ്ട് യെസ് ഓക്കെ ഫൈൻ ഇനി നമുക്ക് ഒന്നെങ്കിൽ ഈ പോയിന്റ് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ പോയിന്റ് കണ്ടുപിടിക്കാം സ്ലോപ്പ് മാത്രം പോരല്ലോ you also need a point on the line to find the equation of the line so I can either find out this point or this point ഞാൻ ഈ പോയിന്റ് തന്നെ കണ്ടുപിടിച്ചു തരാം കേട്ടോ ഈ പോയിന്റ് തന്നെ കണ്ടുപിടിച്ചു തരാം സി എന്ന് പറഞ്ഞ പോയിന്റ് ഇത് എയും ബിയും ആയിട്ട് ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് സി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കിയേ ശ്രദ്ധിക്കൂ ഞാൻ എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു ഓക്കെ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ സോ ദിസ് ഇസ് എ ഓക്കെ ഇത് m ആണ് വിചാരിച്ചു OM ലെങ്ത് ആണ് സിയുടെ എക്സ് കോർഡിനേറ്റ് റൈറ്റ് OM length is the x coordinate of the point C right and CM length will be the y coordinate of the point C right ano yes
So it's pretty straightforward. Look at this triangle. Look at the triangle OCM. In the triangle OCM, this angle is omega and the hypotenuse is P. You can easily find out OM and CM. Yes or no? Yes. In this triangle, use cos omega. Cos omega is going to be OM divided by P. So OM is going to be P cos omega. About C യുടെ x coordinate is P cos omega. And what is sin omega? What is sin omega? Sin omega is going to be Cm divided by P. So Cm is going to be P sin omega. Cm is P sin omega, and that is going to be our y coordinate of the point C. ഇല്ലേ പറഞ്ഞില്ലേ സ്ലോപ്പ് വരുമെന്ന് പറഞ്ഞു, സ്ലോപ്പ് വന്നു. പോയിന്റ് വരുന്നു പറഞ്ഞു, പോയിന്റ് വന്നു. എന്താ ഇനി ജസ്റ്റ് മാത്ത്, ഡു ദ മാത്ത്. ഐ മീൻ ഈ സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പൊ you just need to find the equation of the line which is passing through P cos omega, P sin omega is the point of the line, and minus 1 by tan omega. Or minus cos omega by sin omega is the slope. The equation കണ്ടുപിടിക്കാം എങ്ങനെ? Y minus P sin omega divided by x minus P cos omega is equal to slope, that is minus cos omega by sin omega. ഇതെന്താണ്? പോയിന്റ് പറയാം, സ്ലോപ്പ് പറയാമെങ്കിൽ ഇതാണ് സംഭവം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, y sin omega minus P sin squared omega is equal to minus x cos omega plus P cos squared omega. अब x cos omega plus y sin omega is equal to P യുടെ കൂടെ വരാൻ പോകുന്ന സാധനം എന്താ പറയാ? P യുടെ കൂടെ അങ്ങോട്ട് വരാൻ പോകുന്നതാണ് cos square omega plus sin square omega, which is P. P into sin square omega plus cos square omega 1 ആയി പോയി. ഏത് സ്റ്റെപ്പ്? ഇതോ? ഈ സ്റ്റെപ്പോ? ശിവൻ ഈ സ്റ്റെപ്പ് ആണോ? ഇതെന്തിട്ടാ എഴുതിയിരിക്കണേ? ഇക്വേഷന്റെ ലൈനാണ് എഴുതിയിരിക്കണേ. എങ്ങനെ? എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ? പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ ആണോ? y minus y1 divided by x minus x1 is equal to m. Y minus y1 by x minus x1 is equal to m is the equation of the line when you have a point on the line x1 y1 and when you have the slope of the line m. Right? Now cross multiply. Cross multiply and simplify. Yeah? The only thing you need to notice, you have P cos squared omega plus P sin squared omega, which is P times sin squared omega plus cos squared omega. Sin squared omega plus cos squared omega is 1. Right? And then we will anything. ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ ഓക്കെ, പറയും ബാക്കിയുള്ളവര്. നമുക്ക് ബേസിക്കലി ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിരുന്നത് സ്ലോപ്പുമായിരുന്നു, പോയിന്റും ആയിരുന്നു. സ്ലോപ്പ് ഈ ലൈനിന്റെ സ്ലോപ്പ് അറിയാം, എങ്ങനെ? ടാൻ ഒമേഗയാണ്. അപ്പൊ അതിന്റെ പെർപെൻഡിക്കുലർ സ്ലോപ്പ് -1 by tan ഒമേഗയാണ്. പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. പോയിന്റ് കണ്ടുപിടിക്കാൻ വെറുതെ ട്രിഗ്നോമെട്രി, ബേസിക് ട്രിഗ്നോമെട്രി ഉപയോഗിച്ചാൽ പോയിന്റ് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. കോംപ്ലിക്കേറ്റഡ് സംഭവമല്ല കേട്ടോ.
ഓക്കെ അല്ലെ? നമുക്ക് MCQs ചെയ്ത് നോക്കാം. ഓക്കെ അല്ലെ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓരോന്നോരോന്നായിട്ട് നോക്കാം. Two lines with slopes m1 and m2 are perpendicular. Two lines with slopes m1 and m2 are perpendicular. അതിലെ കണ്ടീഷൻ നമ്മൾ കണ്ടു ഡെറൈവ് ചെയ്തു. എന്താണ്? m1 m2 is equal to -1. Okay, അഥവാ m2 is minus of 1 by m1. Okay, m2 is minus of 1 by m1. എന്ന് വെച്ചാൽ ഒരു ലൈനിന്റെ സ്ലോപ്പ് അറിയാമെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നെഗറ്റീവ് റെസിപ്രോക്കൽ. നെഗറ്റീവ് റെസിപ്രോക്കൽ. നെഗറ്റീവ് റെസിപ്രോക്കൽ. ഓക്കേ, നെഗറ്റീവ് റെസിപ്രോക്കൽ. ബി അല്ല, ബോക്സ് അല്ല, ഡോഗ് 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 ഡോഗ്. പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? m1 equal to m2 ആണ്. m1 equal to m2 ആണ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ. പാരലൽ ആവാനുള്ള കണ്ടീഷൻ. പാരലൽ ആവാനുള്ള കണ്ടീഷൻ. കുഴപ്പമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. ഒരു ചോദ്യം ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ തരാം. ഒരു ലൈൻ എക്സ് ആക്സിസില് ഒരു റേ ഓഫ് ലൈറ്റ് ഇൻസിഡന്റ് ആവുന്നു. ഓക്കെ, എന്നിട്ട് എക്സ് ആക്സിൽ വെച്ചിട്ട് അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഓക്കെ, എക്സ് ആക്സിൽ വെച്ച് റിഫ്ലക്ട് ചെയ്ത് പോകുന്നു. ഈ ഇൻസിഡന്റ് റേയുടെ സ്ലോപ്പ് m ആണെങ്കിൽ വാട്ട് വിൽ ബി ദി സ്ലോപ്പ് ഓഫ് ദി റിഫ്ലക്റ്റഡ് റേ? ട്രൈ ചെയ്ത് പറഞ്ഞേ. എക്സ് ആക്സിസ് ആണ് ഈ സാധനം. എക്സ് ആക്സിസിൽ ഒരു റേ വന്ന് ഇതാക്കുന്നു. ഇൻസിഡന്റ് റേയുടെ സ്ലോപ്പ് എങ്ങനെയാണോ m എന്ന് പറയണേ? പൊട്ടത്തിലെ പറയണേ. ഇതിന്റെ സ്ലോപ്പ് m ആണ്. ഇത് രണ്ട് പാരലൽ ആവുക. പാരലൽ ആണോ ഇത് രണ്ട് ലൈനും? എന്തിനു നിങ്ങൾ പറയണേ? സ്കൂള് നിലവാരം വെച്ചിട്ട് റിപ്ലൈ പറയരുതാ. ചിന്തിച്ചിട്ടേ പറയാൻ പാടുള്ളൂ. ചിന്തിക്കിട്ട് ചെയ്യലോ. ഇതൊരു -1 by m. -1 by m ആണ്. ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണ്. ഇത് രണ്ട് പെർപെൻഡിക്കുലർ ആണ്. ആരാ പറഞ്ഞേ? ഇൻസിഡന്റ് റേ ചെയ്തു പെർപെൻഡിക്കുലർ ആണ്. ആരാ പറഞ്ഞേ? ചിന്തിക്കൂ. m+1 എവിടെന്ന് ഈ +1 വന്നേ? m2 വായത്തൊന്ന് വിളിച്ച് പറയല്ലേ. ചിന്തിച്ചിട്ട് ചെയ്യൂ. Think, take some time, no issues. എല്ലാവരും ആൻസർ പറയണം.
എല്ലാവരും ആൻസർ പറയണം, എല്ലാവരും ആൻസർ പറയണം. ഒന്ന് ചിന്തിച്ച ആൻസർ കിട്ടും. ചിലരൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ശരി. ചിലർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ട്, ചെയ്യാം. ശ്രദ്ധിച്ച്, സിമ്പിൾ ആണ്. അതായത് നമുക്കറിയാം ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ആണെങ്കിൽ ഈ ആംഗിൾ ആണ് ഈ ആംഗിൾ അല്ലെ, അഥവാ ഈ ആംഗിളും ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണ്, പ്രശ്നമില്ലല്ലോ. അപ്പൊ അതൊക്കെ L1 എന്ന് പറഞ്ഞ ലൈൻ, L1 എന്ന് പറഞ്ഞ ലൈൻ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ എന്താണ്? തീറ്റയാണ്, അഥവാ ടാൻ തീറ്റയാണ് M. ടാൻ തീറ്റയാണ് M. അത് തന്നിട്ടുണ്ട്. അപ്പൊ ഈ L2 എന്ന് പറഞ്ഞ റിഫ്ലക്റ്റഡ് റേ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ എന്താ? L2 പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ എന്താ? L2 പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഉണ്ടാകുന്ന ആംഗിൾ എന്താ? തീറ്റയോ? എന്നിട്ട് പറയണ ഈ ലൈൻ ആയിട്ട് ഉണ്ടാകുന്ന ആംഗിൾ എന്താ? തീറ്റ അല്ലല്ലോ, ഇതല്ലേ തീറ്റ. ഈ ആംഗിൾ ആണ് എനിക്ക് വേണ്ടത്. അതെ, ഈ ആംഗിൾ ഇതെന്തായിരിക്കും? എന്താ? 180 മൈനസ് തീറ്റ അല്ലെ? 180 മൈനസ് തീറ്റ, അത്രേ ഉള്ളൂ. 180 മൈനസ് തീറ്റ. അപ്പൊ L1 ന്റെ സ്ലോപ്പ് ഇങ്ങനെയാണെങ്കിൽ L2 ന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ ആണ്. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ ആണ്. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോഴേ പൈ ആഡ് ചെയ്യുന്നതിന് സിഗ്നിഫിക്കൻസ് ഇല്ലല്ലോ, കാരണം അത് പൈ പീരീഡ് അല്ലേ. അത് ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ടാൻ ഓഫ് മൈനസ് തീറ്റ. ടാൻ ഓഫ് മൈനസ് തീറ്റ ഇസ് നത്തിങ് ബട്ട് മൈനസ് ടാൻ തീറ്റ. ഇങ്ങനെ ചിന്തിക്കാം. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കാം. എന്താ ചിന്തിച്ചത്? ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ പൈ അതിന്റെ പീരീഡ് ആണ്. മൈനസ് തീറ്റയുടെ കൂടെ പൈ ആഡ് ചെയ്താലും എന്താണ്? ടാൻ വാല്യൂവിന് വ്യത്യാസം വരില്ല. അപ്പൊ ടാൻ ഓഫ് പൈ മൈനസ് തീറ്റയും ടാൻ ഓഫ് മൈനസ് തീറ്റയും സെയിം ആണ്. ടാൻ ഓഫ് മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ. അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം. എങ്ങനെ? ടാൻ ഓഫ് എ പ്ലസ് ബി, ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ടാൻ പൈ മൈനസ് ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ പൈ ഇൻറ്റു ടാൻ തീറ്റ. ഇങ്ങനെ ചിന്തിക്കാം. ടാൻ പൈ എന്ന് പറഞ്ഞത് എന്താണ്? സൈൻ പൈ ബൈ കോസ് പൈ. സൈൻ പൈ എന്താണ്? 0 ആണ്. കോസ് പൈ -1. അപ്പൊ ടാൻ പൈ എന്താണ്? ടാൻ പൈയുടെ വാല്യൂ 0 ആണ്. ടാൻ പൈയുടെ വാല്യൂ എന്താണ്? 0. അങ്ങനെ ആലോചിച്ചാൽ ഇത് മൈനസ് ടാൻ തീറ്റ ആണ്. അപ്പൊ എങ്ങനെ വേണമെങ്കിലും ആലോചിക്കാം. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ്. ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ മൈനസ് ടാൻ തീറ്റ ആണ്. So this is minus tan theta and that is nothing but minus n. That is minus n. കുറച്ച് പേർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ അല്ലേ?
ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റ ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാം എന്താണ് ടാൻ ഓഫ് പൈ മൈനസ് തീറ്റ സെയിം ആസ് ടാൻ ഓഫ് മൈനസ് തീറ്റ. കാരണം പൈനെ എടുത്ത് കളയാം. അല്ലെങ്കിൽ നമ്മുടെ ഫോർമുല ഉപയോഗിക്കാം, ടാൻ ഓഫ് എ മൈനസ് ബിയുടെ ഫോർമുല ഉപയോഗിക്കാം. വിഷ്ണു എന്താ ബ്ലാങ്ക് ആയിരിക്കണേ? എന്തായാലും കിട്ടാതെ പറയൂ. വിഷ്ണു ശങ്കർ. ഓക്കെ, കൂൾ, പ്രശ്നമില്ലല്ലോ. ആൻസർ ആയി അല്ലേ? യെസ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ പറഞ്ഞു, അതോടൊപ്പം ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ തന്നു. അടുത്ത അക്യൂട്ട് ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ടു ലൈൻസ് വിച്ച് സ്ലോപ്സ് m1 and m2 is always given by the expression. അക്യൂട്ട് ആംഗിൾ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ്, എപ്പോഴും അതിന് എന്തെടുക്കണം, മോഡുലസ് വാല്യൂ എടുക്കണം. tan theta is equal to modulus of m1 minus m2 by 1 plus m1 m2. ഇങ്ങനെ എഴുതിയാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. മോഡുലസ് ഓഫ് m2 minus m1 by 1 plus m1 m2 ഇങ്ങനെ എഴുതിയാൽ ഒരു കുഴപ്പമില്ല. കാരണം എന്താ, മോഡുലസിന്റെ ഉള്ളില് m1 minus m2 ആയാലും m2 minus m1 ആയാലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. മോഡുലസിന്റെ ഉള്ളില് m1 minus m2 m2 minus m1 ആയാലും വ്യത്യാസമില്ല. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? നോക്ക്, ഒരു കാര്യം കൂടി, പാരലൽ ആവാനും പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ ഇതിൽ നിന്ന് വേണമെങ്കിൽ കിട്ടും കേട്ടോ. നമ്മളത് പ്രത്യേകം ആദ്യം ചെയ്തത്. പക്ഷെ ഈ ഇക്വേഷൻ നോക്കിയാൽ tan theta is equal to modulus of m1 minus m2 by 1 plus m1 m2. tan theta is equal to modulus of m1 minus m2 by 1 plus m1 m2. എന്താ ഇതില് എന്താ പറയണേ? നമ്മള് രണ്ട് കേസ് പഠിച്ചത് എന്താണ്, ഒന്ന് പാരലൽ ആവുന്ന കണ്ടീഷൻ. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അത് തമ്മിലുള്ള ആംഗിൾ 0 ആയിരിക്കും. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. പാരലൽ ആണെങ്കിൽ അപ്പൊ തീറ്റ 0 കിട്ടും. തീറ്റ 0 ആകുമ്പോ ടാൻ തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഏത്? മോഡുലസ് ഓഫ് m1 minus m2 by 1 plus m1 m2 എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് 0 ആയിരിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? m1 equal to m2 ആയിരിക്കണം. മനസ്സിലായോ? യെസ്. പാരലൽ ആവണമെങ്കിൽ തീറ്റ 0 ആണ്, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. എന്ന് വെച്ചാൽ ടാൻ തീറ്റ 0 ആണ് എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്രഷൻ 0 ആണ്. എന്ന് വെച്ചാൽ m1 equal to m2 ആണ്. ഓക്കെ അല്ലേ? പെർപെൻഡിക്കുലർ ആവാനുള്ളതോ അതും ഇത് തന്നെ കിട്ടും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റ എത്രയാണ്? പൈ ബൈ 2 എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ എന്തായി? അൺഡിഫൈൻഡ് ആയി. ടാൻ തീറ്റ നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് വരുന്ന എപ്പോഴാണ്? ഡിനോമിനേറ്ററിൽ 0 വരുമ്പോഴാണ്. ഡിനോമിനേറ്റർ 0 വരുന്ന പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 1 plus m1 m2 0. 1 plus m1 m2 is equal to 0. 1 plus m1 m2 is equal to 0. ഇത് തന്നെയാണ് നമ്മുടെ പെർപെൻഡിക്കുലർ ആവാനുള്ള കണ്ടീഷൻ. ഒബ്സർവ് ചെയ്തവരുണ്ടോ? അത് മുന്നേ സ്ട്രൈക്ക് ചെയ്തവരുണ്ടോ? 1 plus m1 m2 is equal to 0 എന്ന് പറയുമ്പോൾ m1 m2 is equal to -1. അഥവാ m2 is equal to -1. ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തേക്ക് പോട്ടെ. മൂന്നാമത്തെ ചോദ്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ
Angle between two lines is pi by 4. Slope of one of the lines is half. The slope of the other line can be. എന്നാ ചോദിച്ചിരിക്കണേ കിട്ടിയവരുണ്ടോ? ആൻസർ കിട്ടിയവരുണ്ടേ പറഞ്ഞേ. Slope of one of the lines is half. The slope of the other line can be. Yes, ചെയ്യാം. എന്താണ് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് pi by 4 വന്നത്, ഒരെണ്ണം ഹാഫ് വന്നത്, അതർ ലൈൻ ക്യാൻ ബി എന്നാണ് ചോദിച്ചത്. Okay. Theta is equal to pi by 4 വന്നിട്ടുണ്ട്. Theta is equal to pi by 4 വന്നിട്ടുണ്ട്. പിന്നെ ഒരു സ്ലോപ്പ് എത്ര തന്നിരിക്കുന്നത്? ഹാഫ്. m1 is equal to half തന്നിട്ടുണ്ട്. m2 എന്തായിരിക്കും ചോദിച്ചു. അപ്പോൾ നമുക്കറിയാം tan of pi by 4 is going to be modulus of m1 minus m2 by 1 plus m1 and 2. അത് തന്നിരിക്കുന്നത് tan pi by 4 എന്താ 1 ആണ്. അപ്പോൾ half minus m2 by 1 plus half m2. ഇതിന്റെ മോഡുലസ് ആണ് 1. മോഡുലസ് ഇടാൻ മറക്കരുത് കേട്ടോ. മോഡുലസ് ഇടാൻ മറക്കരുത്. ഓക്കെ അല്ലേ? ഇനി ഒന്ന് ചോദിച്ചേക്ക്, ഈ മോഡുലസ് ഓഫ് സം ക്വാണ്ടിറ്റി 1 എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി എന്താ? മോഡുലസ് ഓഫ് സം ക്വാണ്ടിറ്റി is 1. That quantity is modulus of some quantity is 1. So that quantity is പറയേ, എല്ലാവരും പറയൂ. മോഡുലസ് ഓഫ് ക്വാണ്ടിറ്റി is 1. ആ ക്വാണ്ടിറ്റി എന്തായിരിക്കും? ഒന്നെങ്കിൽ +1 അല്ലെ -1 മാത്രമല്ല, +1 or -1, +1 or -1, +1 or -1, 1 or -1 എടുത്താലാണ് അതിന്റെ മോഡുലസ് എന്തായി മാറുക? 1 ആയി മാറുക. 1 or -1 എടുത്താലാണ് അതിന്റെ മോഡുലസ് എന്തായി മാറുക? 1 ആയി. വണ്ണോ -1 എടുത്താലാണ് അതിന്റെ മോഡുലസ് വരിക. അപ്പൊ മോഡുലസിന് ഉള്ളിൽ കിടക്കുന്ന ക്വാണ്ടിറ്റി എന്തായിട്ട് എഴുതുന്നത് നമ്മൾ? ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ്, half minus m2 by 1 plus half m2 is 1 or -1. എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 2 കേസ് ഉണ്ട്, സോൾവ് ചെയ്യാത്രേ ഉള്ളൂ. നോക്കിയേ, ശ്രദ്ധിച്ചോ. 2 കേസ് എടുക്കാൻ പോവാം. ആദ്യത്തെ കേസ് half minus m2 by 1 plus half m2 is equal to 1 കൊടുത്തു. അപ്പൊ half minus m2 is equal to 1 plus half m2 കിട്ടി. അപ്പൊ 3/2 m2 is equal to എന്താ കിട്ടാൻ പോണത്? -half m2 is equal to -1/3. ഒരു പോസിബിലിറ്റി. m2 is equal to -1/3. ഒരു പോസിബിലിറ്റി. m2 is equal to -1/3. ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി എന്താ? -1 കൊടുക്കുക. ഏത്? half minus m2 by 1 plus half m2 is equal to -1. അപ്പൊ half minus m2 is equal to -1 minus half m2. അപ്പൊ 3/2 is equal to 1/2 m2. അപ്പൊ m2 ന്റെ വേറെ വാല്യൂ വന്നത് 3. രണ്ട് പോസിബിലിറ്റീസ് വന്ന m2 is equal to 3 ഉം m2 is equal to -1. 1 അല്ലല്ലോ വരിക. 1 ആണോ കിട്ടിയേ? 3 ഉം -1/3 ഉം. 3 ഉം -1/3 ആണ് ആൻസർ.
3 -1/3 ആണ് ആൻസർ. ഓപ്ഷൻ ഉള്ളത് -1/3 മാത്രമേ ഉള്ളൂ. കിട്ടിയവരുണ്ടോ? എലിഫന്റ് ഇസ് ദി ആൻസർ. കിട്ടിയവരുണ്ടേ പറയൂ. എലിഫന്റ് ഇസ് ദി ആൻസർ. യെസ്, ഓക്കെ ഫൈൻ. നമുക്ക് 2 ആൻസർ വരും കേട്ടോ. 2 ആൻസർ പോസിബിൾ ആണ്. -1/3 ഉം 3 ഉം 2 ആൻസർ കിട്ടിയില്ലാന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. 2 ആൻസറുകൾ പോസിബിൾ ആണ്. 2 ആൻസറുകൾ പോസിബിൾ ആണ്. യും -1/3. 2 ആൻസർ പോസിബിൾ ആണോ? 2 ആൻസർ ഉണ്ടാവും. അതായത് ഒരു ലൈനായിട്ട് ഒരു ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്, എത്ര? ഹാഫ് എന്ന് പറയുന്നത്. അതുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്ന വേറൊരു ലൈൻ, അതിന്റെ സ്ലോപ്പ് 2 പോസിബിലിറ്റി ഉണ്ടോ? 2 പോസിബിലിറ്റി ഉണ്ടോ? രണ്ടും കറക്റ്റ് ആൻസർ തന്നെയാണോ? എന്റെ ചോദ്യം മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താ? ഒരു ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈനിന്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. ആ ലൈനുമായി 45 ഡിഗ്രി ഉണ്ടാക്കുന്ന വേറൊരു ലൈനിന്റെ സ്ലോപ്പ് എന്താണെന്നാ ചോദിച്ചത്. ഇപ്പൊ 2 പോസിബിലിറ്റി ഉണ്ടോ? Are there 2 possibilities? Yes, correct. പറ്റും. ഓക്കെ, ഏതെങ്കിലും ഒരു ലൈൻ എടുത്തു, ഇതിന്റെ സ്ലോപ്പ് സേ ഹാഫ് ആണ് വിചാരിച്ചു. ഇതുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിൽ 2 ലൈൻസ് പോസിബിൾ ആണ്. ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ 45 ഡിഗ്രി ഉണ്ടാക്കുന്നു. ഓക്കെ, വേറെ എങ്ങനെ 45 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ 2 പോസിബിൾ ആണ്. 2 ലൈൻസ് ബേസിക്കലി 2 ഡയറക്ഷൻ ഉണ്ടാവും. കാരണം ഈ ലൈൻ അല്ല, ഇതിന് പാരലൽ വേറെ ലൈൻ എടുത്താൽ ഇതിന് വരാം. ഓക്കെ, അത് വേറെ ലൈനാണ്, പക്ഷെ എന്താണ് സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് M1 കിട്ടിയത് ഹാഫ് ആയിരുന്നു. എങ്കിൽ നമുക്ക് 2 വാല്യൂസ് കിട്ടി. എന്താണ്? M2 വാല്യൂ എന്ത് കിട്ടി? 3 ഉം കിട്ടി. M2 വാല്യൂ എന്ത് കിട്ടി? -1/3 കിട്ടി. -1/3. അതായത് ഒരു ലൈനുമായിട്ട് 45 ഡിഗ്രി ഉണ്ടാക്കുന്ന രീതിയിലുള്ള 2 ലൈൻസ് പോസിബിൾ ആണ്. 2 ലൈൻസ് പോസിബിൾ ആണ്. ഇനി വേറൊരു കാര്യം നിങ്ങൾ ഒബ്സർവ് ചെയ്തോ. ഈ 2 ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ഏത് 2 പോസിബിലിറ്റികൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അതും ഇതിന് ക്ലിയർ ആണ്. എന്താണ്? ഒന്ന് -1/3, ഇത് 3 ആണ്. നമ്മുടെ 2 ആൻസറും തന്നെയാണ് കറക്റ്റ് ആണ്. നമ്മുടെ 2 ആൻസറും കറക്റ്റ് ആണ് കേട്ടോ. കാരണം എന്താ? ആ 2 പോസിബിൾ ആൻസറുള്ള ലൈനുകൾ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് വരുന്നത്. ഓക്കെ, യെസ്. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നാലാമത്തത് കിട്ടിയില്ലേ? നമ്മൾ പറഞ്ഞതാണ്, ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ ആൻസർ വന്നത്? എലിഫന്റ് അല്ലെ? എലിഫന്റ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കും എന്തോ സംശയം ഉണ്ടായിരുന്നു, അത് ക്ലിയർ ആയിട്ടില്ല. നമ്മള് സംശയം പറഞ്ഞേ. ഇല്ല, എലിഫന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലാസ്സിൽ ചെയ്തതാണ്. സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ക്ലാസ്സിൽ ചെയ്ത കാര്യമാണ്. ക്ലാസ്സിൽ സെയിം ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. Slope of a line which passes through origin and midpoint of the line segments. ഇത് ചെയ്തതാണ്. എന്താണ്? മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? 4, -2. 4, -2 ഉണ്ട്. 0, 0 കൂടെ പാസ് ചെയ്യുന്നുണ്ട്.
സ്ലോപ്പ് എന്താ വരാൻ പോണത് -2/4 അഥവാ -1/2. സ്ലോപ്പ് വരാൻ പോണത് -1/2 ആയിരിക്കും. -1/2. C is the answer. C. അടുത്ത നോക്കിയേ. The value of x for which the points are collinear. അപ്പൊ നമുക്ക് സ്ലോപ്പ് ഇക്വറ്റ് ചെയ്താൽ മതി. ഏരിയയുടെ കേസ് എടുക്കേണ്ട ആവശ്യമില്ല. ഏരിയയോ പൈതഗോറസ് തിയറമോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലോപ്പിനെ ഇക്വേറ്റ് ചെയ്യാം. A, B, C. എയും ബിയും കൂടി ഉണ്ടാക്കുന്ന സ്ലോപ്പ് എന്താണ് 1 - -1/2 - x ആണെന്ന് വരാനുള്ളത് 5 - 1/4 - 2. So this is going to be 4/2 ആണ്. അപ്പൊ 2 - x എന്താവണം 1 ആവണം, x എന്താവണം 1 ആവണം. 1 ആണ് ആൻസർ. 1 ആണ് ആൻസർ. A is the answer. കിട്ടിയില്ലേ? Yes or no? Yes, no, yes, no പറയൂ. Okay, cool. അടുത്ത ക്വസ്റ്റ്യൻ. If the 3 points ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലായില്ലേ? KK അല്ല എന്താ വേണ്ടത്? അതായത് ചിലപ്പോ കൺഫ്യൂഷൻ പറഞ്ഞ KK അല്ല 0K ആണ്. 0K ആണ് വേണ്ടത്. NCERT ചെയ്തു എനിക്ക് തോന്നുന്ന ഈ ക്വസ്റ്റ്യൻ നമ്മൾ 0K ആണ് വേണ്ടത്. 0K ആക്കി ചെയ്താൽ കിട്ടും. 0K ആക്കി കൊടുത്താൽ കിട്ടും. എന്താണ് ഈ 3 പോയിന്റിന്റെ കൊളീനിയാരിറ്റി കണ്ടീഷൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, വേറെ മെത്തേഡ് H0 0K കൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. വേറെ മെത്തേഡ് പറയുന്നത് H0 0K കൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് പറയാം. ഇന്റർസെപ്റ്റ് ഫോമിലാണ്. എന്താണ് x divided by h plus y divided by k is equal to 1 ആണല്ലോ. കാരണം എന്താ, x ഇന്റർസെപ്റ്റ് h ഉം y ഇന്റർസെപ്റ്റ് k ഉം ആണ്. Okay. Okay. x divided by h plus y by k is equal to 1. എങ്ങനെ എഴുതാൻ പറ്റണേ? എങ്ങനെ എഴുതാൻ പോണേ? h, 0 യും കണ്ടു, 0, k യും കണ്ടു. അപ്പൊ x ഇന്റർസെപ്റ്റ് h ആണ്, y ഇന്റർസെപ്റ്റ് k ആണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ എഴുതി x by h plus y by k is equal to 1. ഇനി എന്താ പറയുന്നത്, a, b കൂടി ഈ ലൈനിലാണുള്ളത്. a, b കൂടി ഈ ലൈനിലാണെങ്കിൽ എന്ത് ചെയ്യാം, a, b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ a by h plus b by k equal to 1. a by h plus b by k is equal to 1. a by h plus b by k is equal to 1. Elephant അല്ല, box. Box is the answer. a by h plus b by k is equal to 1. ഇതില്ലേ ഓക്കെ അല്ലേ? ശരി, ഇത് നമ്മൾ ഇന്നലെ ചെയ്തതാണ്. The equation of the line whose perpendicular distance from origin is 4 and the angle which the normal makes with the positive direction of x-axis is 15 degree. നമ്മൾ ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ ഫോർമുല പഠിച്ചു. ഫോർമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, x cos 15 degree plus y sin 15 degree is equal to എത്രയാണ്, 4 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് സിംപ്ലിഫൈ cos 15 degree sin 15 degree കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത മെത്തേഡ്, ഇന്നലെ നമ്മൾ ഫോർമുല ഒന്നും ഉപയോഗിക്കാണ് ചെയ്തത്, ഓർമ്മയില്ലേ?
പറയടോ എട്ടാമത്തെ ക്വസ്റ്റ്യൻ. പുസ്തകം മറിച്ചു നോക്കൂ. പുസ്തകം മറിച്ചു നോക്കൂ. യെസ് യെസ് യെസ്. ഓക്കെ അല്ലേ? ശരി ശരി 8 കഴിഞ്ഞു. 9ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ ഓഫ് ലൈൻ ഇന്റർസെക്റ്റിംഗ് y axis at a distance of 2 units above the origin and making an angle 30 degree with the positive direction of x axis. എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് 1/3 കിട്ടി. Intersecting y axis at a distance of 2 units above origin എന്ന് പറയുന്നത് എന്താണ്? അതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് 0,2 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. 0,2 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, y ഇന്റർസെപ്റ്റ് 2 ആണ്. അപ്പൊ y = mx plus c ഉപയോഗിക്കാം. y = mx plus c ഡയറക്റ്റ് ഉപയോഗിക്കാം. അപ്പൊ y = 1/√3x plus 2. ഇതാണ് എലിഫന്റ് ആണ് ആൻസർ അല്ലേ? എലിഫന്റ് അല്ലേ ആൻസർ? Elephant is the answer. Okay, fine. Answer key തന്ന തെറ്റാ? എന്താ ആൻസർ കീ തന്നിരിക്കുന്നത്? ആൻസർ കീ എന്താ തന്നിരിക്കുന്നത് പറയൂ. ഓക്കെ ഓക്കെ, തെറ്റിപ്പോയിട്ടോ. കുഴപ്പമില്ല. ഈ എല്ലാവർക്കും കിട്ടിയില്ല, എലിഫന്റ് കിട്ടിയില്ല എല്ലാവർക്കും. ഓക്കെ ഫൈൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Vertices of a triangle PQR are 2, 1, -2, 3 and R 4, 5. Equation the median through the vertex. എന്തുടെ മീഡിയൻ? മീഡിയൻ എന്ന് പറഞ്ഞാൽ മീഡിയൻ 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 എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്. മീഡിയൻ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? മീഡിയൻ സ്റ്റേറ്റ് സിലബസുകാർക്ക് അറിയാത്തവരുണ്ടോ? എനിക്കറിയില്ല, CBSE-കാർക്കൊക്കെ പറയുന്നേ അറിയാവുന്നതാണ്. സ്റ്റേറ്റ് സിലബസുകാർ അറിയാത്തവരാണോ മീഡിയൻ എന്താണ്? പറയണോ സ്റ്റേറ്റ് സിലബസുകാരെ? അറിയാമെങ്കിൽ യെസ് പറയൂ. ഓക്കെ, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിൾ എടുത്തു. ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിൽ തന്നിരിക്കുന്നത് എന്താണ്? PQR എന്നൊരു ട്രയാങ്കിൾ ആണ്. മീഡിയൻ ഉദ്ദേശിച്ചത് എന്താ? മീഡിയൻ ത്രൂ ദ വെർട്ടെക്സ് ആവുന്നത് എന്താണ്? മീഡിയൻ ആർ എന്നുള്ള മീഡിയൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഒരു ലൈൻ. അതെങ്ങനെയായിരിക്കും അറിയാം? ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡിനെ മിഡ് പോയിന്റ് എസ്. അതാണ് അതിന്റെ മീഡിയൻ. ഓക്കെ, ഇതൊരു മീഡിയൻ. ഇതുപോലെ വേറെ രണ്ട് മീഡിയൻസ് കൂടി ഉണ്ടാവും.
ഇതുപോലെ വേറെ രണ്ട് മീഡിയൻസ് കൂടി ഉണ്ടാവും. വേറെ രണ്ട് മീഡിയൻ കൂടി ഉണ്ടാവും. ആറിൽ നിന്ന് പി ക്യൂവിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന ഒരു മീഡിയൻ, അതുപോലെ വേറെ രണ്ട് മീഡിയൻ കൂടി ഉണ്ട്. യെസ്, ക്യൂവിൽ നിന്ന് പി ആറിലേക്കും അതുപോലെ പിയിൽ നിന്ന് ക്യു ആറിലേക്കുള്ള മീഡിയൻ. മീഡിയന്റെ പ്രത്യേകത എന്താ? മീഡിയൻ എന്താ ചെയ്യുന്നത്? ഒരു പോയിന്റിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ്. ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് ആരും പറഞ്ഞില്ല കേട്ടോ. പെർപെൻഡിക്കുലർ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ ഇത് ആംഗിൾ ബൈസെക്ടർ ആണെന്ന് വിചാരിക്കരുത്. ഓക്കെ, മീഡിയന്റെ പ്രത്യേകത എന്താ? മൂന്ന് മീഡിയൻസ് എടുത്താൽ ഒരൊറ്റ പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും. മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ, മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ എന്താണ് വേർഡ്? മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ. ആയിക്കെ പറയാ, മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ പറയടോ. മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ, മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇന്റർസെക്റ്റിംഗ് എന്നല്ല, അപ്രോപ്രിയേറ്റ് ഉള്ള വാക്ക് പഠിച്ചിട്ടില്ലേ? മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ കൺകറൻസ്. കൺകറൻസ് ഈക്വലോ, ഈക്വൽ ആരും പറയില്ല. മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ ആർ കൺകറന്റ്. കൺകറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂന്ന് മീഡിയനും കൂടി ഒറ്റ പോയിന്റ് ഒന്ന് മീറ്റ് ചെയ്യും. ഒരു ട്രയാങ്കിൾ എടുത്താല് അതിന്റെ മൂന്ന് മീഡിയൻ പഠിച്ചതല്ലേ? ഒറ്റ പോയിന്റ് വന്ന് മീറ്റ് ചെയ്യും. മീഡിയൻസ് ഓഫ് എ ട്രയാങ്കിൾ പഠിച്ചിട്ടില്ലേ? പോയിന്റ് ഓഫ് കൺകറൻസിനെയാണ് വിളിക്കുന്നത് സെൻട്രോയിഡ്. പോയിന്റ് ഓഫ് കൺകറൻസിനെയാണ് വിളിക്കുന്നത് സെൻട്രോയിഡ്. ഓക്കെ, സെൻട്രോയിഡ്. പോയിന്റ് ഓഫ് കൺകറൻസിനെ നമ്മൾ വിളിക്കുന്നത് സെൻട്രോയിഡ്. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അറിയാം, പക്ഷെ എന്താ ചോദിച്ചൊന്നും അറിയില്ല. അങ്ങനെ സർഫസ് നോളജ് മാത്രമായിട്ട് മാത്സ് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നിങ്ങൾ സ്കൂളിലെ പരീക്ഷയ്ക്ക് പഠിക്കുക, പരീക്ഷയിൽ കാണാപ്പാടം പഠിച്ചെടുക്കുക, ശ്രദ്ധിച്ചു വെക്കുക. അതുകൊണ്ട് മാത്സ് പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇതൊട്ട് സ്കൂളിൽ പഠിച്ച സ്കീമൊക്കെ ഒഴിവാക്കുക. കുറെ എന്തൊക്കെയാ അറിയാം, പക്ഷെ എന്താ ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. സ്കൂളിൽ പഠിച്ച പോലെ പഠിക്കല് തൊട്ട് മര്യാദയ്ക്ക് വൃത്തിയിൽ പഠിക്കുക. ഇനിയിപ്പോ എന്തായാലും സ്കൂളിൽ പോകണ്ടല്ലോ കുറെ കാലം. സ്കൂളിൽ പഠിച്ച ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഇനി മറക്കുക. വൃത്തിക്ക് പഠിക്കുക മാത്സ്. The vertices of a triangle PQR തന്നിട്ടുണ്ട്. നോക്കി എല്ലാത്തിനെയും കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. The equation of median through the vertex are. അപ്പൊ ആറിന്റെ കോർഡിനേറ്റ്സ് അറിയാം. ആറിന്റെ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളത് 4, 5. ഇനി ഇത് S ലേക്കാണ് പോണത്. S എന്ന അവസാനം PQ ന്റെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ S കണ്ടുപിടിക്കാം നമുക്ക്. S എന്ന് പറഞ്ഞാൽ അപ്പൊ 0,2 മിഡ് പോയിന്റ് ഫോർമുല ഉപയോഗിച്ചു ഞാൻ 4,5 നിന്ന് 0,2ലേക്ക് ഉള്ള ലൈൻ ആണ് നമ്മളെ കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? പറയടോ. 4,5 മിഡ് പോയിന്റ് 0,2 അല്ലേ കിട്ടിയേ? ആണ്. അപ്പൊ 2 പോയിന്റ് ഫോം ഉപയോഗിക്കുക. 2.5 4,5 0,2. Okay, so the answer is going to be എങ്ങനെയായിരിക്കും വരാനുള്ളത്? y minus 2 divided by x minus 0 is equal to 5 minus 2 by 4 minus 0. So this is going to be 3 by 4. അപ്പൊ 4y minus 8 ആണ് 3x. Minus 3x plus 4y minus 8 is equal to 0. Here 3x minus 4y plus 8 is equal to 0. Dog ആണ് answer. Dog. Dog അല്ലേ കിട്ടിയത് answer? Yes. Dog is the correct answer. Okay, ശരി. അടുത്തത്. The equation of the line passing through the points 2, 2 and cutting off intercepts on the axis
whose sum is 9. ഇന്റർസെപ്റ്റുകളുടെ സമ്മ് 9 ആണ്. അതായത് എക്സ് ഇന്റർസെപ്റ്റ് പ്ലസ് വൈ ഇന്റർസെപ്റ്റ് സമ്മ് 9. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റ് ബിയും ആണെങ്കിൽ നമുക്ക് അറിയാം എക്സ് ഇന്റർസെപ്റ്റ് എയും വൈ ഇന്റർസെപ്റ്റും ബി ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം എന്താണ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. ഇതറിയാം. ഇവര് പറയുന്നത് എന്താണ് എ പ്ലസ് ബി 9 ആണ്. എ പ്ലസ് ബി 9 ആണ്. എ പ്ലസ് ബി 9 ആണ്. പോരാത്തതിന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്താണ് ഈ ലൈൻ 2,2 കൂടെ പാസ് ചെയ്യുന്നത്. 2,2 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2,2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2/a plus 2/b is equal to what? 2 into a plus b by ab is equal to 1. അപ്പൊ ab എന്താണെന്ന് ഇതിന് കിട്ടി. ab is equal to 2 times a plus b. a plus b 9 ആണ്. അപ്പൊ ab is equal to 18 എന്ന് കിട്ടി. ab is equal to 18. ab is equal to 18 എന്ന് കിട്ടി. അപ്പൊ രണ്ട് നമ്പറുകളുടെ സമ്മ് എത്ര 9 ഉം പ്രോഡക്റ്റ് എന്താണ് 18 ആണ്. രണ്ട് നമ്പറുകളുടെ സമ്മ് 9 ഉം പ്രോഡക്റ്റ് 18 ആണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. ബി എന്ന് പറഞ്ഞ 9 മൈനസ് എ ആണ്. അപ്പൊ ബിക്ക് 9 മൈനസ് എ കൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്വാഡ്രാറ്റിക് കിട്ടും. സോൾവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഒബ്സർവ് ചെയ്യാം. രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് 18 സമ്മ് 9. ഏതൊക്കെ നമ്പേഴ്സ് 6 3 അല്ലെങ്കിൽ 3 6. ഓക്കെ, 6 3 അല്ലെങ്കിൽ 3 6. ഇതാണ് രണ്ട് പോസിബിലിറ്റീസ്. ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ ഇങ്ങനത്തെ രണ്ട് പോസിബിലിറ്റീസ് കിട്ടും. 6 3 അല്ലെങ്കിൽ 3 6. 6 3 അല്ലെങ്കിൽ 3 6. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ വരാൻ പോണത് x ഡിവൈഡഡ് ബൈ 3 പ്ലസ് y ബൈ 6 is equal to 1. ഇതാണ് ഒരു പോസിബിലിറ്റി. വേറെ പോസിബിലിറ്റി എന്തായിരിക്കും? വേറെ പോസിബിലിറ്റി ഇതാ x ഡിവൈഡഡ് ബൈ 6 പ്ലസ് y ബൈ 3 is equal to 1. രണ്ട് പോസിബിലിറ്റി. അപ്പോ 6 കൊണ്ട് ത്രൂഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2x plus y is equal to 6 അല്ലെങ്കിൽ x plus 2y is equal to 6. 2x plus y is equal to 6 അല്ലെങ്കിൽ x plus 2y is equal to 6. Okay, okay. Elephant is the answer. Correct തന്നിട്ടുള്ള ആൻസർ elephant ആണ്. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ശരി, അടുത്ത ചോദ്യം. AB is the midpoint of the line segment between the axes. Equation of the line is AB is the midpoint of the line segment between the axes. Equation of the line is okay. അപ്പോൾ സീനില്ല. ഓക്കെ, അവര് പറഞ്ഞെന്താ പറയാ? അവര് പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഒരു ലൈൻ ഇതാ ഇങ്ങനെയുണ്ട്. ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അതിന്റെ മിഡ് പോയിന്റ് ആണ് അവർ അറിയിക്കുന്നത് എ കോമ ബി. മിഡ് പോയിന്റ് ആണ് എ കോമ ബി. എലിഫന്റ് എന്ന് പറഞ്ഞാൽ മുന്നത്തേനാണ് എലിഫന്റ്. 11ന്റെ ആൻസർ എലിഫന്റ്. നമ്മൾ 12 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ശിവാനി ഓക്കെ. അപ്പൊ നമുക്കറിയാം, ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, എയുടെ ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ എക്സ് ബൈ എയുടെ കോർഡിനേറ്റ്സ് ഞാൻ ഇങ്ങനെ എടുക്കാൻ പോകും. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? സേ h, 0യും
ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ് 0, k കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അത് അവസാനം എലിമിനേറ്റ് ചെയ്യണം കേട്ടോ. എച്ചും കെ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അവസാനം ആൻസർ ഉണ്ടാവാൻ പാടില്ല. h, 0 ഉം 0, k ഉം അറിയാമെങ്കിൽ ഈ ലൈൻ ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ? x/h plus y/k is equal to 1. നമ്മൾ കണ്ടതാണ്. x divided by x intercept plus y divided by y intercept is equal to 1. ആണോ? യെസ് ആണ്. യെസ് പറയൂ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യെസ്. ഞാൻ എന്താ എടുത്തത്? ആ ലൈൻ x ആക്സിസിലും y ആക്സിസിലും കട്ട് ചെയ്യുന്നുണ്ട്. ആ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ മിഡ് പോയിന്റ് ആണ് m എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. ആ കട്ട് ചെയ്യുന്ന പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്തെടുത്തു? h, 0 എന്നും 0, k എന്നും എടുത്തു. അത്രേ ഉള്ളൂ. ഇനി എന്താ പ്രശ്നം? ഇനി നമുക്ക് മിഡ് പോയിന്റ് നോക്കിയാൽ മിഡ് പോയിന്റ് നമുക്ക് h ഉം k ഉം ഉണ്ടാവാൻ പാടില്ല, പകരം a ഉം b ഉം ഉണ്ടാവാൻ പാടുള്ളൂ. മിഡ് പോയിന്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. മിഡ് പോയിന്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 0 plus h/2 ആണ് a, അഥവാ h/2 ആണ് a, അഥവാ h എന്ന് പറഞ്ഞ സാധനം 2a ആണ്. h എന്ന് പറഞ്ഞ സാധനം 2 ആണ്. എക്സ്പോണന്റ് ഇക്വേറ്റ് ചെയ്തു മിഡ് പോയിന്റ് x. അതുപോലെ k plus 0/2 ആണ് b, k plus 0/2 ആണ് b, അപ്പൊ k is equal to 2b, k is equal to 2b. ഇനി അതുകൊണ്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x divided by 2a plus y divided by 2b is equal to 1. 2 കൊണ്ട് throughout multiply ചെയ്താൽ എന്താണ്? x/a plus y/b is equal to 2. x/a plus y/b is equal to 2. Dog is the answer. കിട്ടിയാലേ പറഞ്ഞേ. കിട്ടിയാലേ പറയൂ. ചോദിച്ചോ. മനേ കൃഷ്ണ. ചോദിക്കടോ. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലേ. h plus 0/2 ആണ് a. അപ്പൊ h is equal to a. x കോർഡിനേറ്റ് ഇക്വേറ്റ് ചെയ്തു. മൈക്ക് എടുത്ത് ചോദിച്ചോളൂ, അതാണ് നല്ലത്. യെസ് ചോദിക്കൂ. ചോദിക്കടോ. മനേ കൃഷ്ണ. h/k/b ആണ് നിങ്ങൾ എവിടുന്ന് കിട്ടിയത്? മനേ ഒന്ന് മൈക്ക് എടുക്കൂ. മനേ കൃഷ്ണ. ശരി, ഓക്കെ. പറ്റില്ലെങ്കിൽ വേണ്ട. h plus 0/2 is equal to a, k plus 0/2 equal to b. അതിൽ നിന്ന് നിങ്ങൾക്ക് h/k/b കിട്ടി.
അതിന് എവിടെ h by a equal to k by b എന്ന് കിട്ടിയത് h plus 0 by 2 is equal to a ആണെങ്കിൽ h is equal to 2a എന്നാണ് കിട്ടുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കുക, h plus 0 by 2 is equal to a ആണെങ്കിൽ h is equal to 2a. അതെ, h by a is equal to 2. അതെ ശരി, ശരി, ഓക്കെ. h by a is equal to k by b. ഇനി പറയേ, ശരി, ഓക്കെ. k by b is equal to 2 സമ്മതിച്ചു. h by a is equal to k by b. ഇനി പറഞ്ഞ എന്താ കാര്യം? ഓക്കെ, h by a equal to k by b. അത് കിട്ടിയിരുന്ന കാര്യം. നമുക്ക് വേണ്ടത് ഇക്വേഷൻ, ലൈനിന്റെ ഇക്വേഷൻ അല്ലേ വേണ്ടേ? നമുക്ക് വേണ്ടത് ലൈനിന്റെ ഇക്വേഷൻ അല്ലേ? ഹെച്ചും കെയും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത പോയിന്റുകളാണ്, രണ്ട് നമ്പേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിൽ എടുത്തിരിക്കുന്ന നമ്പറുകളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ലൈനിന്റെ ഇക്വേഷൻ അല്ലേ നമുക്ക് വേണ്ടത്? h by a equal to k by b ശരിയാണ്, പ്രശ്നമൊന്നുമില്ല. എക്സ് എടുക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ എടുക്കാൻ പറ്റുന്ന? എക്സ് എന്ന് പറയുന്ന സാധനം എന്താ? ഈ ലൈനിലെ ഏതൊരു പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റാണ് എക്സ് കോമ വൈ. എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്പെസിഫിക് പോയിന്റ് ആണ്, ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് എച്ച്. കെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പർട്ടിക്കുലർ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ് കെ. ഓക്കെ, അപ്പൊ ചുമ്മാ എന്താണ് എക്സും വൈയോടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ മാറിയില്ലേ? എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ ആ ലൈനിലുള്ള ഏതൊരു പോയിന്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സംഭവമാണ്. നമുക്ക് കിട്ടിയ എച്ച് കെ എന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ സൗകര്യത്തിന് വേണ്ടി എടുത്ത എച്ച് കോമ കെ എന്ന് പറഞ്ഞാൽ എച്ചും കെ ഒക്കെ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് ആണ്. കെ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിന്റെ വൈ കോർഡിനേറ്റ്. ഓക്കെ, ഫൈൻ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Two lines are perpendicular if രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണോ? എന്താ കണ്ടീഷൻ? അപ്പൊ നോക്കിയ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ എന്താണ്? അതിന്റെ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1 ആണോ? ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? നമ്മൾ കണ്ടു, ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ് m1 is equal to എന്തായിരിക്കും? -a/b. -a/b പറഞ്ഞില്ലേ? -a1/b1 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ലൈനിന്റെ സ്ലോപ്പ്. രണ്ടാമത്തെ ലൈനിന്റെ സ്ലോപ്പ് m2 is -a2/b2. -a2/b2. ഇനി പെർപെൻഡിക്കുലർ ആവുന്ന കണ്ടീഷൻ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് is -1. അപ്പൊ -a1/b1 into -a2/b2 is equal to -1. അപ്പൊ അതിൽ കിട്ടാൻ വേണ്ടി മൈനസ് മൈനസ് പോയി, അതിന് കിട്ടാൻ വേണം എന്താണെന്ന് അറിയോ? a1 a2 is equal to -b1 b2. a1 a2 is equal to -b1 b2. a1 a2 is equal to -b1 b2. അപ്പൊ ഏതാണ് ആൻസർ? a is the answer. a1 a2 is equal to -b1 b2. പവിത്ര ബോക്സ് അല്ല, a ആണ് ആൻസർ. a കിട്ടിയില്ലേ? ഏഞ്ചലിൻ മരിയ കിട്ടി. a1 a2 is equal to -b1 b2 കിട്ടിയില്ലേ പവിത്ര? a1 a2 is equal to -b1 b2 കിട്ടിയില്ലേ? അതേ അല്ല ആൻസർ. അത് തെറ്റിപ്പോയി, -1 ആണ് ഫസ്റ്റത്തെ സ്ലോപ്പ്. -a ഇവിടെ ശ്രദ്ധിക്ക്, ഞാൻ പറഞ്ഞ ശ്രദ്ധിക്ക്. ഫസ്റ്റത്തെ സ്ലോപ്പ് -a1/b1, അടുത്ത സ്ലോപ്പ് -a2/b2. ഇതിന്റെ പ്രോഡക്റ്റ് -1.
അതിന്റെ പ്രോഡക്റ്റ് -1. ഇനി എന്താ സംശയം ചോദിക്കും? അപ്പൊ A1 A2 -B1 B2 എന്നല്ലേ കിട്ടുക? മൊത്തം 3 മൈനസ് ഇല്ലേ? അപ്പൊ അവസാനം ഒരു മൈനസ് അല്ലേ ബാക്കിയാവാ. ഓക്കെ അല്ലേ? യെസ്. കെയർഫുൾ ആയിട്ട് ചെയ്യണേ, കാരണം ചെറിയ മിസ്റ്റേക്ക് വെച്ചാൽ കംപ്ലീറ്റ് ആൻസർ തെറ്റി പോകും. മലയാളത്തിൽ ഇംഗ്ലീഷിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, ജോഗ്രഫിയിൽ ഹിസ്റ്ററിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്ന പോലെ അല്ല മാത്സിലെ മിസ്റ്റേക്ക്. പണി പാടും. ഓക്കെ അല്ലേ? എന്നാ എന്റെ ചോദ്യം ഇതാണ്, പാരലൽ ആണെങ്കിലോ? ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? പാരലൽ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? പാരലൽ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ് എന്ന് പറഞ്ഞ വേഗം. M1 = M2 അത് കൊടുത്തിട്ട് പറഞ്ഞേ. M1 = M2 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? പാരലൽ ആവണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? യെസ്, പാരലൽ ആണെങ്കിൽ സ്ലോപ്പുകൾ എന്തായിരിക്കണം? സെയിം ആണ്. അഥവാ -A1/B1 തന്നെയായിരിക്കുന്നത് -A2/B2. ഇത് തന്നെയാണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ചത്. ഏത്? A1/A2 ആയിരിക്കുന്നത് B1/B2. നമ്മൾ സ്ലോപ്പ് ഇക്വേറ്റ് ആണ് ചെയ്തത്. ഇപ്പൊ പാരലൽ എന്ന് പറഞ്ഞാൽ ശരിക്കും 2 പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. പാരലൽ എന്ന് പറഞ്ഞാൽ 2 പോസിബിലിറ്റി ഉണ്ട്. കോയിൻസിഡന്റ് ആയാലും തന്നെയാണ് അത് പാരലൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ 2 പോസിബിലിറ്റി ഇത് തരും. ഏത്? ഇത് കോയിൻസിഡന്റ് ആവുകയും ചെയ്യാം. ഓക്കെ, എന്ത് ആവുകയും ചെയ്യാം? കോയിൻസിഡന്റ് അല്ലാണ്ട് പാരലൽ ആവുകയും ചെയ്യാം. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, 2 സ്ട്രെയിറ്റ് ലൈൻസ് തന്നാല് 4 പോസിബിലിറ്റി ഉള്ളത് നമ്മൾ കണ്ടു. എന്താ? A1x + B1y + C1 = 0. A2x + B2y + C2 = 0. പോസിബിലിറ്റീസ് നമ്മൾ കണ്ടെന്താണ്? ഒന്ന്, പാരലൽ but not coincident. Okay, 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യം പറയാൻ എന്താണ്? A1/A2 = B1/B2 not equal to C1/C2. രണ്ടാമത്തെ കാര്യം എന്താണ്? പാരലൽ എന്ന് പറയുമ്പോൾ പ്രത്യേകം പറയേണ്ട ആവശ്യം. കോയിൻസിഡന്റ് ലൈൻസ് എന്തായിരിക്കും? A1/A2 തന്നെ ആയിരിക്കും. അത് B1/B2 തന്നെ ആയിരിക്കും. എന്നാണ് C1/C2. മൂന്നാമത്തെ കേസ് ഇന്റർസെക്റ്റിംഗ് ആയിട്ടുള്ള കേസ്. ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ എന്തായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. A1/A2 not equal to B1/B2. പിന്നെ അതിൽ തന്നെ ഒരു പ്രത്യേക കേസ് നമ്മൾ പഠിച്ചതാണ് പെർപെൻഡിക്കുലർ. നമ്മൾ എന്താ കണ്ടത്? A1/A2 + B1/B2 = 0. ഓക്കെ അല്ലേ? 10ൽ പഠിച്ച ഇൻഫർമേഷൻ പെർപെൻഡിക്കുലർ മാത്രമേ ഇപ്പൊ എക്സ്ട്രാക്ട് ചെയ്തത്. ബാക്കി 3 10ൽ പഠിച്ച അതേ കാര്യമാണ്. യെസ്, ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
distance of a point from the line ax plus by plus c is equal to 0. ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് ആയിട്ട് പഠിക്കും. ഓക്കെ, റിസൾട്ട് ആയിട്ട് പഠിക്കുക. കാണുന്നില്ലേ വീഡിയോ? എനിക്ക് കാണുന്നില്ലല്ലോ. കാണില്ലേ? ഹലോ 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 ഹലോ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ ശരി. യെസ്, നമ്മൾ പറഞ്ഞു എന്താണ് മോഡുലസ് ഓഫ് ax1 plus by1 plus c by root over a square plus b square ആണ് distance of a point from a line. ഓക്കെ, ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ്. ഓഫ് കോഴ്സ് ഈ ന്യൂമറൽ കാണുന്ന എക്സ്പ്രഷൻ എവിടെന്നാ കിട്ടിയത്? ഈ പോയിന്റ് ഈ ലൈനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ എക്സ്പ്രഷൻ ആണ്. ഡെറിവേഷന്റെ ഐഡിയ ഞാൻ പറഞ്ഞു, ഡെറൈവ് ചെയ്തില്ല നമ്മള്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ, ഈ x1 y1 ഈ ലൈനിലെ പോയിന്റ് ആയി എന്താ സംഭവിക്കുക? ആ x1 y1 ലൈനിലെ പോയിന്റ് ആയി എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് എന്തായി? 0 ആയി. എന്താ കാരണം? 0 ആവാൻ കാരണം നമുക്ക് ജോമെട്രിക്കലി അറിയാം 0 ആണ്. ഈ എക്സ്പ്രഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം എന്താ കാരണം? ഈ x1 y1 ഈ ലൈനിലെ പോയിന്റ് ആണെങ്കിൽ ന്യൂമറേറ്ററിലെ എക്സ്പ്രഷൻ 0 ആയിട്ടുണ്ടാവും. കാരണം എന്താ? x1 y1 ആ ലൈനിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവുമല്ലോ. x1 y1 എന്താവും? ആ ലൈനിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ലൈനിന്റെ ഇക്വേഷൻ കൊണ്ടുപോയി കൊടുത്താൽ എന്താ കിട്ടും? 0. x1 y1 ആ ലൈനിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ കൊണ്ട് കൊടുത്താൽ എന്താ കിട്ടാൻ പോണത്? 0. കുഴപ്പമില്ലല്ലോ, പറയടോ. ഓക്കെ പറ. യെസ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ. Equation the line parallel to the line and passing through the point -2, 3. Equation the line parallel to the line 3x minus 4y plus 2 is equal to 0 and passing through the point -2, 3. എങ്ങനെ ചെയ്യാം? പാരലൽ ടു ലൈൻ ആണ് പറയുന്നത്. അതിന്റെ സ്ലോപ്പ് അറിയാം. സ്ലോപ്പ് നമ്മൾ ഇപ്പോ കണ്ടുപിടുന്നതാണ് മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. അപ്പോൾ നോക്കിക്കൊണ്ട് പറയാം സ്ലോപ്പ് 3/4 ആണ്. സ്ലോപ്പ് 3/4 ആണ്. സ്ലോപ്പ് 3/4 ആണ്. പാസിംഗ് ത്രൂ -2 3 കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? y - 3 divided by x plus 2 is equal to 3/4. അപ്പോൾ 4y - 12 is equal to 3x plus 6. അപ്പോൾ 3x minus 4y plus 18 is equal to 0. Dog. Three x minus 4y plus 18 is equal to 0. Dog is the answer. Okay. ശരി, കിട്ടിയില്ലേ? എല്ലാവർക്കും കിട്ടിയില്ലേ? എല്ലാവർക്കും ഡോഗ് ആൻസർ കിട്ടിയില്ലേ?
സ്ലോപ്പ് കണ്ടുപിടിക്കുക, പോയിന്റ് തന്നിട്ടുണ്ട്, ആൻസർ ആയി. സ്ലോപ്പ് കണ്ടുപിടിക്കുക, പോയിന്റ്, ആൻസർ ആയി. സിമ്പിൾ. അല്ല, ഞാനപ്പോ ഒന്ന് ജനറലൈസ് ചെയ്ത് ചോദിച്ചോട്ടെ. What is the equation of a line parallel to ax plus by plus c is equal to 0 and passing through x1 y1? വേഗം ആൻസർ ആണ്. Parallel to this line and passing through x1 y1. Parallel to ax plus by plus c is equal to 0 and passing through x1 y1. വേഗം പറയാം. നല്ലൊരു പറഞ്ഞേ. ഓക്കെ, എല്ലാവർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ആൻസർ വരിക. a into x minus x1 plus b into y minus y1 is equal to 0. സിമ്പിൾ ട്രിക്ക് എന്താണ്? കോഎഫിഷ്യന്റുകൾ സെയിം ആയിരിക്കും. ഓക്കെ, x ന് വരെ x minus x1 ആവും, y ക്ക് വരെ y minus y1 ആവും. ഇത് വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. കിട്ടിയില്ലേ എല്ലാവർക്കും? ഡെറൈവ് ചെയ്ത ആൻസർ കിട്ടിയില്ലേ? ഓർക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞത്, കോഎഫിഷ്യന്റുകൾ സെയിം ആയിരിക്കും. x ന് വരെ x minus x1 ആവും. എങ്ങനെ ചെയ്യാന്ന് മനസ്സിലായില്ലേ? സ്ലോപ്പ് സെയിം ആണ്. അപ്പൊ y minus y1 divided by x minus x1 ആയിരിക്കും എന്ത് വരാൻ പോണത്? minus a by b വരാൻ പോണത്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സാധനം കിട്ടും. a minus x1 plus b into y minus a into x minus x1 plus b into y minus y1 is equal to 0. Okay, cool.
ഓക്കെ, നമ്മളിപ്പോ ഏതാ ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ ഇപ്പൊ ഏതാ കഴിഞ്ഞ 16. Angle between the lines √3x plus y is equal to 1 and x plus √3y is equal to 1. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം തന്നെ എന്ത് ചെയ്യണം? സ്ലോപ്പുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്ലോപ്പുകൾ കണ്ടുപിടിക്കണം. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നമ്മൾ പറഞ്ഞത് എന്താണ്? മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x ബൈ കോഎഫിഷ്യന്റ് ഓഫ് y. സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ എന്താ വരാൻ പോകുന്നത്? ഫസ്റ്റത്തെ m1 minus m2 is going to be minus 1 by √3. m1 minus √3, m2 minus 1 by √3. Okay. Appo ini endha tan theta is going to be modulus of m1 minus m2 minus √3 minus 1 by √3 plus 1 by √3 by 1 plus m1 m2. 1 plus m1 m2 is 1 plus 2. Tan theta value. Modulus of m1 minus m2 by 1 plus m1 m2. കുഴപ്പമില്ലല്ലോ. അപ്പൊ മോഡുലസ് ഓഫ് സിംപ്ലിഫൈ ആ -3 plus 1 by 2√3. അപ്പൊ this becomes -2. 2 cancel ആയി പോയി. ഇതിന്റെ മോഡുലസ് ആണെന്ന് നെഗറ്റീവ് പോയി. 1 by √3. എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് അക്യൂട്ട് ആംഗിൾ എന്തായിരിക്കും? 5/6. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയുള്ളൂ. യെസ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. The line through the points h, 3 and 4, 1 intersects the line 7x minus 9y minus 19 is equal to 0 at right angle. Value of h is. Again, simple question. ഒരു ലൈൻ തന്നിട്ടുണ്ട്, ഇതിലേക്കൂടെ പാസ് ചെയ്യുന്നു. വേറെ ലൈൻ എന്താണ്? അത് രണ്ടും പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് എന്താണ്? -1. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് എന്താണ്? -1. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? -7 by -9. അവിടുത്തെ സ്ലോപ്പ് ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ് 3 - 1 by h - 4. അപ്പൊ 7 into h - 4 ആണ് എന്ത് വരാൻ പോകുന്നത്? 9 into 2 അഥവാ 18. 7 into 7 by 9 ആണ്. 3 - 1 by h - 4. ആൻസർ അതിൽ കാണുന്നില്ലല്ലോ. 7 ഡിനോമിനേറ്റർ വരുന്ന ആൻസർ ഒന്നുമില്ലല്ലോ. എഴുതി തെറ്റിയോ? അഥവാ 7 by 9 ആണ് 7 by 9 ആണ് സ്ലോപ്പ്. പോയിന്റുകൾ തന്നിരിക്കുന്ന h, 3 ഉം 4, 1 ഉം. അഥവാ 3 - 1 by h - 4. 7 into h - 4 18. h വാല്യൂ നമുക്ക് കിട്ടുന്നത് 4 plus 18 by 7 ആണ് വരുന്നത്. നമുക്ക് ആൻസർ ഇല്ലല്ലോ ഇതില്. എ കിട്ടി എല്ലാവർക്കും? എവിടെ തെറ്റിയെന്ന് പറഞ്ഞത്? ഓ, ഇക്വേറ്റ് ചെയ്തിരിക്കണം കേട്ടോ. സോറി, നമ്മൾ ചെയ്ത തെറ്റെന്ന് വെച്ചത് ഇക്വേറ്റ് ചെയ്തു. ഇക്വേറ്റ് എല്ലാം ചെയ്യണം. എന്താണ്? പ്രോഡക്റ്റ് നെഗറ്റീവ് റെസിപ്രോക്കൽ ആണ് വേണ്ടത് കേട്ടോ. സോറി. ശ്രദ്ധിച്ചേ, ഫസ്റ്റത്തെ സ്ലോപ്പ്
3 minus 1 by h minus 4 into രണ്ടാമത്തെ സ്ലോപ്പ് 7/9 is equal to -1. Okay. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. -14 is equal to 9 into h minus 4. അപ്പോൾ h is equal to 4 minus 14/9. 36 minus 14 എത്ര വരുന്നത്? 22/9. Yes, 22/9. സോറി, ഞാൻ നേരത്തെ ഇക്വേറ്റ് ചെയ്തത് ഇക്വേറ്റ് അല്ല ചെയ്യേണ്ടതെന്നാണ്. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1. പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്സ് -1. Product of slopes -1. ഓക്കെ, എല്ലാം കിട്ടിയില്ലേ? 22/9. അടുത്തേക്ക് പോട്ടെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question again. The perpendicular from origin to the line y is equal to mx plus c meets it at the point -1, 2. Values of m and c are. നോക്കിയ സീൻ എങ്ങനെയാണ്? ഒരു ലൈൻ ഉണ്ട് y is equal to mx plus c. അത് ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ വന്ന് മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? -1, 2. ഇത് ഒറിജിൻ. ഓക്കെ, എമ്മും സിയും കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് കണ്ടീഷൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന് y is equal to mx plus c യുടെ പോയിന്റ് ആണ് -1. രണ്ടാമത്തത് ഈ ലൈനിന്റെ സ്ലോപ്പ് m ആണല്ലോ. ഈ ലൈനിന്റെ സ്ലോപ്പ് m ആണ്. ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്കിപ്പോ കണ്ടുപിടിക്കാം. കാരണം എന്താ? 0, 0യും -1, 2 ആണ്. അപ്പൊ ആ ലൈനിന്റെ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് എത്രയെന്ന് കിട്ടും? ഈ പെർപെൻഡിക്കുലറിന്റെ സ്ലോപ്പ് നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്താ കിട്ടാൻ? -2 ആണ് കിട്ടാൻ. കാരണം it passes through 0, 0 and -1, 2. അപ്പൊ m ന്റെ വാല്യൂ എന്താണ് കിട്ടി? m ന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് റെസിപ്രോക്കൽ. നെഗറ്റീവ് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ ഹാഫ് ആണ് m ന്റെ വാല്യൂ. കുഴപ്പമില്ലല്ലോ, ഹാഫ് ആണ് m ന്റെ വാല്യൂ. എന്താ കാരണം? തന്നിരിക്കുന്ന പെർപെൻഡിക്കുലർ എങ്ങനെയാ? ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, -1, 2 കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സ്ലോപ്പ് കിട്ടി, -2 കിട്ടി. സ്ലോപ്പ് -2 കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആണ് നമ്മുടെ തന്നുള്ള ലൈൻ. അപ്പൊ അതിന്റെ സ്ലോപ്പ് ഹാഫ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ആ പോയിന്റ് -1, 2 ഇതിലെ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതിലെ അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 is equal to -m plus c. അപ്പൊ അതിന് c is equal to 2 plus m എഴുതി. c is equal to 2 plus m. c is equal to 2 plus m. അപ്പൊ 5/2. ഏത് ഭാഗം മനസ്സിലാവാത്തത്? നോക്ക്, ഈ ഫിഗർ മനസ്സിലായോ? അത് പറയൂ. ആ ഫിഗർ നോക്കൂ. ഇവിടെ ശ്രദ്ധിക്കുക, നന്നായി ശ്രദ്ധിക്കുക. ഫിഗർ മനസ്സിലായോ? ഫിഗർ നോക്കൂ. ഇവിടെ ഒറിജിനിലുള്ള പെർപെൻഡിക്കുലർ മീറ്റ്സ് അറ്റ് ദ പോയിന്റ് -1, 2 എന്നാ പറയുന്നത്. ഒറിജിൻ എന്ന് p. അപ്പൊ OPയുടെ സ്ലോപ്പ് എന്താ? എല്ലാരും പറയും. OPയുടെ സ്ലോപ്പ് എന്താ? സുന്ദർ സർജൻ, എന്താണ് OPയുടെ സ്ലോപ്പ്? OPയുടെ സ്ലോപ്പ് എന്താ? -2 ആണ്. അപ്പൊ മറ്റേ ലൈനിന്റെ സ്ലോപ്പ് എന്താ? റിക്വയർഡ് ലൈനിന്റെ സ്ലോപ്പ് ഹാഫ് ആണ്.
അതല്ലേ എം, അതല്ലേ എം വാല്യൂ. എം വാല്യൂ അപ്പൊ ഹാഫ് ആണ് കിട്ടി. ഇത് പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി എന്താണ്? y is equal to mx plus ലെ പോയിന്റ് ആണ് p. y is equal to mx plus ലെ പോയിന്റ് ആണ് p. അപ്പൊ y is equal to mx plus ല് y is equal to mx plus ഇപ്പൊ എന്തായി മാറിയിട്ടുണ്ട്? y is equal to x by 2 plus c ആയി മാറിയിട്ടുണ്ട്. m കണ്ടുപിടിച്ചല്ലോ. y is equal to x by 2 plus c ആയി മാറിയിട്ടുണ്ട്. minus 1, 2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 is equal to minus 1 by 2 plus c. 2 is equal to minus 1 by 2 plus c. അപ്പൊ അതായത് y c എന്താണ് കിട്ടി? എന്താ കിട്ടാൻ പോകുന്നത്? 5 by 2. c is equal to 5 by 2. c is equal to 5 by 2 is the answer. c is equal to 5 by 2 is the answer. അപ്പൊ half of 5 by 2. a ആണ് correct answer. A is the correct answer. ശരി, പ്രശ്നമേ പറയൂ. ഓക്കെ അല്ലേ പറയൂ? ഓക്കെ അല്ലേ പറയൂ? ശരി, വായിക്കട്ടെ ഞാൻ. ഓക്കെ. If the slope of a line passing through point A 3 by 2 is 3 by 4, then a point on the line which is 5 units away from the point A is. Okay, that's another question. Okay, slope of a line passing through point A 3 by 2 is 3 by 4. Then a point on the line which is 5 units away from the point. Question slope of a line passing through 3 by 2. A 3 by 3 comma 2 slope 3 by 4. A 3 എന്ന് പറഞ്ഞാൽ കൂടി പറഞ്ഞേ. A കോർഡിനേറ്റ്സ് 3 comma 2 3 comma 2 3 comma 2 3 by 4. 3 comma 2 ഇവിടുന്ന് 5 യൂണിറ്റ്സിൽ B എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഓക്കെ, B എന്ന് പറഞ്ഞൊരു പോയിന്റ്. ഇനി ഇതിന്റെ സ്ലോപ്പ് എത്ര പറയുന്നത്? 3 by 4 അല്ലേ? സ്ലോപ്പ് 3 by 4. സ്ലോപ്പ് 3 by 4. ഓക്കെ, അപ്പോ ഈ ക്വസ്റ്റ്യനെ അത്യാവശ്യത്തിൽ ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ? ഇത് ആൻസർ കിട്ടിയല്ലോ. ആരെങ്കിലും ആൻസർ കിട്ടിയല്ലോ? ആൻസർ കിട്ടിയല്ലോ? ഓക്കെ, നോക്ക്. ഇതിൽ നോക്കി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് x1 y1 എന്നൊക്കെ എടുക്കാം. x1 y1 എന്നൊക്കെ എടുക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഈ ഡിസ്റ്റൻസ് AB ഡിസ്റ്റൻസ് 5 യൂണിറ്റ് ആണ് ഇക്വേറ്റ് ചെയ്യണം. പിന്നെ AB യുടെ സ്ലോപ്പ് 3 by 4 ആണെന്നൊക്കെ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ കുറച്ച് പണിയുണ്ട്. എന്താ കാരണം? B എന്ന് പറഞ്ഞ പോയിന്റ് x1 y1 എടുക്കണം. A എന്ന് പറഞ്ഞ പോയിന്റ് 3,2 ആണ്. ഡിസ്റ്റൻസ് 5 എടുക്കണം. സ്ലോപ്പ് 3 by 4 എടുക്കണം. അപ്പൊ ഇത്രയും പണിയുണ്ട് ചെയ്യാൻ. ഇതല്ലാണ്ട് ഇതിനൊരു ടെക്നിക്ക് ഉണ്ട് കേട്ടോ. പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെക്നിക്ക് പഠിക്കും +1 എത്തുമ്പോ. ഓക്കെ, അങ്ങനെ ഒരു ടെക്നിക്ക് പഠിക്കും. അപ്പോ പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ ഇതിപ്പോ ഒരു MCQ ആണല്ലോ. അപ്പൊ അതും കൂടി പറയാൻ വേണ്ടിട്ട് ഞാൻ പറയുന്നത്, ഏറ്റവും എളുപ്പമുള്ള വഴി എന്താണെന്ന് അറിയോ? ഓപ്ഷൻ വെരിഫൈ ചെയ്യാം. ഓക്കെ, സാധാരണ ഇതിൽ ഞാൻ ഓപ്ഷൻ വെരിഫൈ എന്ന് പറയാറില്ല. പക്ഷെ ഓപ്ഷൻ വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞ സാധനം മെത്തേഡ് നിങ്ങൾ അറിയണം. ഓക്കെ, ഓപ്ഷൻ വെരിഫൈ എന്ന മെത്തേഡ് കൂടി നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമാണ് എൻട്രൻസ് എക്സാമിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാൻ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ടാവും. ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട് ഇതിന്, പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്താ? ഇത് x1 y1 എടുക്കുക. എന്നിട്ട് AB ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ഇക്വേറ്റ് ചെയ്യുക.
സ്ലോപ്പ് 3/4 ഇക്വേറ്റ് ചെയ്യാം, അത് സോൾവ് ചെയ്യാം, കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഓരോന്നോരോന്നായിട്ട് വെരിഫൈ ചെയ്യാം. ഓപ്ഷൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെരിഫൈ ചെയ്യാൻ വേണ്ടത്. അപ്പൊ ഏതാ ആൻസർ കിട്ടിയെന്ന് പറഞ്ഞാൽ എലിഫന്റ് ആണോ കിട്ടിയ? എലിഫന്റ്. എലിഫന്റ് ആണ് കിട്ടിയെന്ന് പറയുന്നു. അപ്പൊ എലിഫന്റ് ഒന്ന് വെരിഫൈ ചെയ്തേ. ബോർഡല്ലേ കാണിച്ചിരിക്കുന്നത്? ബോർഡല്ലേ കാണുന്ന? ഇപ്പോ താഴേക്കോ? താഴേക്കൊന്നുമില്ല. ക്വസ്റ്റ്യൻ ആണോ വേണ്ടേ? ക്വസ്റ്റ്യനിലേക്ക് ഞാൻ ഇനി പോയാൽ എഴുതിയത് പോവും. ക്വസ്റ്റ്യൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. എ എന്ന് പറഞ്ഞ പോയിന്റ് 3, ബോർഡ് കാണുന്നില്ലേ? ഡയഗ്രാം അത്രേ ഉള്ളൂ. ഡയഗ്രത്തിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വരെയുള്ളൂ ഡയഗ്രാം. ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ല. അറിയില്ല. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 5 യൂണിറ്റ്. എയും ബിയും ഉണ്ടാക്കുന്ന ലൈനിന്റെ സ്ലോപ്പ് 3/4. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു മെത്തേഡ് x1 y1 എടുക്കാം, ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കുക, 5 ഇക്വേറ്റ് ചെയ്യുക, ഒരു ഇക്വേഷൻ കിട്ടും. സ്ലോപ്പ് ഇക്വേറ്റ് ചെയ്യുക, വേറെ ഇക്വേഷൻ കിട്ടും, സോൾവ് ചെയ്യുക. ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്, ഇതിനൊരു പ്രൊസീജിയർ തന്നെ ഉണ്ട്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്, പാരാമെട്രിക് ഫോം എന്ന് പറയും. പ്ലസ് 1 എത്തുമ്പോൾ നമ്മൾ പഠിക്കും കേട്ടോ. നമ്മൾ പാരാമെട്രിക് ഫോം പഠിക്കും. അത് ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചെയ്യാവുന്ന ഒരു മെത്തേഡ് വെരിഫൈ ചെയ്യണം. ഓപ്ഷൻ വെരിഫൈ ചെയ്യണം. 7,5 ആണെന്ന് പറയുന്നുണ്ട്. 7,5 വെരിഫൈ ചെയ്യാൻ വേഗം. 3,2 7,5 തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 യൂണിറ്റ് ആണോ ഒന്ന് വേഗം പറഞ്ഞേ. അതുപോലെ സ്ലോപ്പ് 3/4 ആണോ? ശ്രീധർ, പക്ഷെ അത് എപ്പോഴും +3 ഉം 4 ആവണമെന്നില്ല. യെസ്, വാട്ട് യു സേയിങ് ഇസ് റൈറ്റ്. അത് തന്നെയാണ് നമ്മൾ പാരാമെട്രിക് ഫോമിൽ എടുക്കാൻ പോകുന്നത്. യെസ് ശ്രീധർ, എപ്പോഴും അത് 3 ഉം 4 ഉം ആവണമെന്നില്ല. -3 ഉം -4 ആവാലോ. ഓക്കെ, -3 ഉം -4 ആവാലോ. അത് തന്നെയാണ് നമ്മൾ പാരാമെട്രിക് ഫോമില്. എങ്ങനെ ഡിസ്റ്റൻസ് ഫോർമുല പ്രകാരം നമുക്ക് എന്താ കിട്ടാൻ പോണത്? ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 എന്നല്ലേ? അപ്പൊ 2 അൺനോൺ ഉണ്ട്, ഒരു ഇക്വേഷൻ ആണ്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് മാത്രം ആൻസർ കിട്ടില്ല. ഓക്കെ ശ്രീധർ, ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് 3 ഉം 4 ഉം എന്ന് എടുക്കാൻ പറ്റില്ല. കാരണം -3 -4 ആവാം, 6 ഉം 8 ഉം ആവാം, അങ്ങനെയൊക്കെ എടുക്കാമല്ലോ. 6 8 ആവാം, അങ്ങനെയൊക്കെ ആവാം. അപ്പൊ അതുകൊണ്ട് മെത്തേഡ് ഉണ്ട്. നമ്മൾ +1 എത്തുമ്പോ പഠിക്കും കേട്ടോ. പാരാമെട്രിക് ഫോം കൊണ്ട് മെത്തേഡ് ഉണ്ട്. അപ്പൊ 3,2 ഉം 7,5 ഉം കൊടുക്കുമ്പോ വർക്ക് ആവുന്നുണ്ട്. Yes. Next question. Last question. അതിൽ നോക്കിയേ. A, B, C are in AP. The straight line AX plus BY plus C is equal to 0 will always pass through the line. Very interesting question ആണ്. ഇത് ഓക്കേ അല്ലേ? ഇത് 7,5 ആണ് ആൻസർ വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. A, B, C are in AP. The straight line AX plus BY plus C is equal to 0 will always pass through the line. എയും ബിയും സിയും ഒക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ എയും ബിയും സിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? ABC AP ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? A plus C ആയിരിക്കും 2B. എപിയുടെ പ്രോപ്പർട്ടി ഇതാണ്. A plus C ആയിരിക്കും എന്ത്? 2B. അഥവാ A minus 2B plus C is equal to എന്താണ്? 0 ആയിരിക്കും. ശരിയല്ലേ? നോക്കിയേ, ഇതെവിടുന്നാ വന്നെന്ന് മനസ്സിലായില്ലേ? എപിയുടെ പ്രോപ്പർട്ടിയാണ്. A plus C is equal to 2B ആയിരിക്കും. A minus 2B plus C is equal to 0 ആയിരിക്കും. ഇനി നമ്മുടെ ഇക്വേഷൻ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് AX plus BY plus C is equal to 0. ഇതില് ഈ ലൈനില് നമ്മൾ 1, -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴല്ലേ ഈ കണ്ടീഷൻ കിട്ടുന്നത്.
ഒന്ന് ആലോചിച്ച് നോക്കിട്ട് പറഞ്ഞേ. നോക്കിട്ട് പറ, ഈ ലൈനില് 1, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴല്ലേ കണ്ടീഷൻ കിട്ടുന്നത്? യെസ് ഓർ നോ? യെസ്. അപ്പോ ഒരു കാര്യം മനസ്സിലായി, 1, ഇതിൽ കൊടുത്തിട്ടാണ് ഈ കണ്ടീഷൻ കിട്ടുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അർത്ഥം എന്താ? 1, ഇതിലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇത് വെറുതെ ഒരു കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപിയും ലൈനും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ഇത്രേ ഉള്ളൂ. ഇതില് 1, കൊടുക്കുമ്പോഴാണ് ഈ കണ്ടീഷൻ നമുക്ക് കിട്ടുന്നത്. വേറെ രീതി പറഞ്ഞാല് എന്താണ്, 1, കൂടെ എന്താണ് ഈ ലൈനിൽ കൂടെ ഈ 1, ഈ ലൈനിന്റെ പോയിന്റ് ആണെങ്കിലാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ 1, ഈ ലൈനിൽ ഉണ്ടെങ്കിലാണ് എന്താവുള്ളൂ, a - 2b + c = 0 ആവുള്ളൂ. അപ്പോഴാണ് എന്ത്, ABC AP യിലാവുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പറയൂ. അപ്പൊ ഒരു കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ 1, കിട്ടിയാലുണ്ടോ? 1, യെസ്. അപ്പൊ നമ്മുടെ പോർഷൻസ് എല്ലാം കഴിഞ്ഞു, നമ്മുടെ എല്ലാ ഡിസ്കഷനും കഴിഞ്ഞു. ഇനി ഞാൻ പറയില്ലേ, +1 ഉടനെ തുടങ്ങും. അത് ഓഫീസിൽ കോൺടാക്ട് ചെയ്യട്ടെ. +1 തുടങ്ങുമ്പോൾ നമ്മൾ ഫ്രം സ്ക്രാച്ച് ക്ലാസ് എടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പറയില്ലേ, ക്വസ്റ്റ്യൻ ഇത് ബ്രിഡ്ജ് കോഴ്സിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കലാണ്. കാരണം നിങ്ങൾ 10ാം ക്ലാസ് വരെ സത്യം പറഞ്ഞാൽ വളരെ സുഖമായിരുന്നു. ബോർഡ് എക്സാം ഒക്കെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയൊക്കെ, വലിയ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത്യാവശ്യം ബോർഡ് എക്സാമിന് എല്ലാവർക്കും മാർക്ക് കിട്ടുകയും ചെയ്യും. +1 +2 എത്തിയതല്ല കഥ. +1 +2 നിങ്ങൾക്ക് അറിയാം, ഓരോ ബുക്കും അത്യാവശ്യം കട്ടിയുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഓരോന്നും അത്യാവശ്യം വലിയ പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. അത് മാത്രമല്ല, എൻട്രൻസ് ലെവൽ പ്രിപ്പറേഷൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതും പഠിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമായിരിക്കില്ല +1 എത്തുമ്പോൾ. പക്ഷെ നൗ ദാറ്റ് യു ഹാവ് ഡൺ ബ്രിഡ്ജ് കോഴ്സ്, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ആ ട്രാൻസിഷൻ നടക്കും. ഓക്കെ, +1 10ൽ നിന്ന് +1 ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. പ്രൊവൈഡഡ് ഇനിയുള്ള സമയം നഷ്ടപ്പെടുത്തരുത്. ഇനിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇരുന്ന് ഇനി എന്ത് ചെയ്യാം, പ്രിപ്പറേഷൻ തുടങ്ങാം. +1 തുടങ്ങുന്ന വരെ വെയിറ്റ് ചെയ്താൽ ഉള്ളതൊക്കെ മാഞ്ഞു പോകുള്ളൂ. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പുസ്തകം പിക്ക് ചെയ്യുക. ബുക്കുകളൊക്കെ ഇപ്പൊ ഓൺലൈനായിട്ട് കിട്ടാനുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഓൺലൈൻ കിട്ടാനുണ്ട്. ഹയർ ആസ്പിറേഷൻ ഉള്ള ആളുകളുണ്ടാവും. IIT-യിലും NIT-യിലും മത്സരങ്ങളിലും IIMS ജിഗ്മറിലൊക്കെ എത്തണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പഠിച്ചു തുടങ്ങാം. കാരണം നമുക്കിനി എന്തെങ്കിലും വേസ്റ്റ് ചെയ്യാൻ സമയമില്ല. പല ആളുകളും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന് പുറമെ ഉള്ളവരൊക്കെ വളരെ മുന്നേ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളും വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ എക്സ്ട്രാ എഡ്ജ് ഉണ്ടല്ലോ, അത് മിസ്സായി പോകരുത്. മിസ്സായി പോണ എങ്ങനെ? ഇനിയുള്ള ദിവസം വെറുതെ ഐഡിയൽ ആയിട്ട് ഇരുന്നാൽ. ഇപ്പൊ +1 തുടങ്ങുന്ന ഡേറ്റ് ഓഫീസിൽ ചോദിച്ച് മനസ്സിലാക്കുക. ഇനിയും ചിലപ്പോ എന്തുണ്ടാവാം, 1-2 ആഴ്ച കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ +1 തുടങ്ങുന്നുണ്ടാവാം. ഇപ്പോൾ കൃത്യമായിട്ട് എനിക്കറിയില്ല, ഓഫീസിൽ നിന്ന് ചോദിക്കണം. എനിക്ക് തോന്നുന്നു ഫിസിക്സ് കെമിസ്ട്രി പോർഷൻ കഴിയാറായില്ലേ? ഫിസിക്സ് കെമിസ്ട്രി പോർഷൻ കഴിയാറായി തോന്നുന്നു അല്ലെ? ഓൾമോസ്റ്റ് കഴിയാറായി തോന്നുന്നു. മേ ബി 3-4 ഡേയ്സിൽ ഫിസിക്സ് കെമിസ്ട്രി പോർഷൻ കഴിയും. ഓക്കെ, 3-4 ഡേയ്സിൽ മേ ബി ഫിസിക്സ് കെമിസ്ട്രി പോർഷൻ കഴിയും. അപ്പൊ ഈ കോഴ്സ് കഴിഞ്ഞു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇനിയുള്ള സമയം നിങ്ങൾ എന്താണ്, 10ാം ക്ലാസ് കഴിഞ്ഞു, എന്തൊക്കെയോ അച്ചീവ് ചെയ്തു, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിക്കുന്ന പറയണത്. ഇനി നിങ്ങൾക്ക് ബിഗർ ഗോൾസ് ഉള്ള ആളുകൾക്ക് there is a long way to go ahead. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മുടെ കൂടെ തന്നെ പഠിച്ച കുട്ടിയാണ് എന്ത്, സ്വാതിയുടെ ബ്രദർ ഇവിടെ നമ്മുടെ കൂടെ ക്ലാസ്മേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരൊക്കെ സുഖം, അവളെ ആഗ്രഹം പോലെ തന്നെ കോളേജിൽ കിട്ടി, ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്ഥലത്ത് കിട്ടി. അപ്പൊ വിചാരിച്ചത് കിട്ടാവുന്ന കാര്യമാണ്. പക്ഷെ എന്ത് ചെയ്തത്, മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഒരിക്കലും. ഓക്കെ, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് സാഹചര്യം, റിസോഴ്സുകൾ ഇല്ല എന്ന് കംപ്ലൈന്റ് ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. കാരണം റിസോഴ്സുകളൊക്കെ ഇപ്പൊ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ സി യു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് മീ പേഴ്സണലി. വാട്സ്ആപ്പ് നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ട്. ഓക്കെ,
പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഫോൺ വിളിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇഫ് യു ആർ ജോയിനിങ് കോച്ച് ഇന്ത്യയിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ വിൽ മീറ്റ് അഗൈൻ. Okay, see you. Yes, thanks everyone. Bye.